നോക്കുമ്പോൾ ഉപവാസത്തിന്റെ പിൻപിൽ ഓരോ ദൈവിക നിയോഗങ്ങളും ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് എന്ത് ചെയ്യും സാധിക്കും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. നമുക്കറിയാം ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് വരുമ്പോ 2 ദിനവൃത്താന്തം 23 വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ യഹോശാഫാത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഭയപ്പെട്ട യഹോവയെ അന്വേഷിക്കുവാനായിട്ട് എന്ത് ചെയ്യും? താല്പര്യം. അപ്പൊ ഉപവാസം ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകുന്നുണ്ടോ? ഇപ്പൊ പോകുന്നുണ്ട്. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പൊ കേട്ടു. ഇടയ്ക്കിടയ്ക്ക് അങ്ങ് വിട്ടുപോകുന്നുണ്ട്. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കും ദൈവം നെറ്റ്വർക്കുകളുടെ ഇഷ്യൂസ് ഒന്നും വരാതെ സഹായിക്കട്ടെ. ഞാനൊന്ന് വീഡിയോ ഒന്ന് ഓഫ് ചെയ്യട്ടെ. അപ്പൊ കുറച്ചുകൂടി ഇനി അതിന്റെ പ്രോബ്ലം ആണോ എന്ന് നോക്കാം. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? ഇടയ്ക്ക് എനിക്ക് വിട്ടുപോകുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും അങ്ങനെയാണോ സിജി ആന്റി? ഇപ്പൊ കുഴപ്പമില്ല. കുറച്ച് സൗണ്ട് കുറവുണ്ട്. സൗണ്ട് കുറവാ. അപ്പോ പഴയ നിയമത്തിൽ നിരവധി ഉപവാസങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ദൈവത്തോട് കൂടെ വസിക്കുന്ന ഒരു അനുഭവമാണ് ഉപവാസം എന്നുള്ളത്. നമുക്കറിയാം ദാനിയേൽ എന്ത് ചെയ്തു? ദാനിയേൽ 9:3 നോക്കുമ്പോൾ നമുക്ക് അവിടെ കാണാം ദാനിയേൽ എന്ത് ചെയ്യുന്നുണ്ടോ? ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീരിലിരുന്നും പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടുന്നതിന് ദൈവത്തിലേക്ക് മുഖത്തെ തിരിച്ചു. ആമേൻ. അപ്പൊ ഉപവാസം ദൈവത്തെ അന്വേഷിക്കുന്നതാണ്. ഉപവാസം ദൈവത്തിലേക്ക് മുഖത്തെ തിരിക്കുന്നതാണ്. നെഹമ്യാവിന്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ ഉപവാസം ഒരു താഴ്മയുടെ അനുഭവത്തെ കാണിക്കുന്നു. എസ്രായുടെ പുസ്തകത്തിലേക്ക് നോക്കുമ്പോഴും ശുഭകരമായ ഒരു യാത്രയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുന്നു? ഒരു ഉപവാസത്തെ കഴിക്കുന്ന ഒരു അനുഭവത്തെ നമുക്ക് കാണാം. യോവേലിന്റെ പുസ്തകം 2:12 വാക്യത്തിലേക്ക് നോക്കുമ്പോൾ അവിടെയും നമുക്ക് ഒരു ഉപവാസത്തെ കാണാൻ കഴിയും. പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിയുവിനെന്ന യഹോവയുടെ അരുളപ്പാട്. അവിടെ നമുക്കൊരു ഉപവാസത്തെ കാണാം. ദൈവത്തിലേക്ക് കണ്ണുനീരോടുകൂടെ തിരിയുന്ന ഒരു അനുഭവത്തെ നമുക്ക് അവിടെ കാണാൻ കഴിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58:5 തൊട്ടുള്ള വാക്യങ്ങൾക്കകത്ത് നമുക്കൊരു ഉപവാസത്തെ കാണാം. നമ്മൾ വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ദൈവവചന ഭാഗമാണ്. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, മുഖങ്ങളെയും അമിക്കയറുകളെയും അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക. അവിടെ ഒരു ഉപവാസത്തെ കാണാം. യോവേൽ 2:13 യോവേൽ 2:15, 16, 17 വാക്യങ്ങൾക്കകത്ത് നമുക്ക് അവിടെയും ഒരു ഉപവാസത്തെ നമുക്ക് കാണാൻ കഴിയും. യോനായുടെ പുസ്തകം 3:5 വാക്യത്തിനകത്ത് നമുക്ക് അവിടെ ഒരു ഉപവാസത്തെ നമുക്ക് കാണാൻ കഴിയും. യോനയുടെ പുസ്തകത്തിൽ ദൈവത്തിൽ വിശ്വസിച്ചിട്ടാണ് എന്ത് ചെയ്തത്? അവർ ഒരു ഉപവാസം പരസ്യം ചെയ്ത് വലിയവരും ചെറിയവരും ഒരുപോലെ എന്ത് ചെയ്യും? രട്ടുടുത്തു. മത്തായി 6-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വരുമ്പോൾ ഉപവാസത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് ചില വസ്തുതകളെ അവിടെ സംസാരിക്കുന്നത് കാണാം. ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഉപവാസത്തിന്റെ വിവിധ തലങ്ങളെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. പുറപ്പാട് പുസ്തകം 34:28 വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു ഉപവാസത്തിനകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ മോശയോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയും. പുറപ്പാട് പുസ്തകം
4-ാം അധ്യായത്തിന്റെ 28-29 വാക്യങ്ങൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്താൽ, ദൈവിക സ്വരൂപത്താൽ, ദൈവ തേജസ്സിനാൽ ജീവിപ്പിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലൂടെ മോശയുടെ ജഡമണ്ഡലം കടന്നുപോയി. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് പകലിൽ ഉപവാസം എന്നുള്ളത് കേവലം ഭൗതിക വിഷയങ്ങളിൽ നിന്നുള്ള വിടുതൽ എന്നുള്ള ഒരു കൺസെപ്റ്റിനകത്ത് പോകാതെ, ഞാൻ ക്രിസ്തുവിലും ക്രിസ്തു എന്നിലും ആയിത്തീരുന്ന ഒരു അനുഭവം, ക്രിസ്തുവിനാൽ ജീവിപ്പിക്കപ്പെടുന്ന ഒരു അനുഭവമാണ് ഉപവാസത്തിനകത്ത് സംഭവിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ശബ്ദമെല്ലാം ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കാം മാസ്റ്ററെ. കേൾക്കാം. വോയിസ് ബ്രേക്ക് ഒന്നും ആകുന്നില്ലല്ലോ? ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഉപവാസത്തിനകത്ത് നാം ക്രിസ്തുവിലായി തീരുകയും ക്രിസ്തു നമ്മളിൽ വസിക്കുകയും ചെയ്യുന്ന ഒരു ദൈവിക കൈമാറ്റത്തെ നമുക്ക് അവിടെ കാണാൻ കഴിയും. നഷ്ടപ്പെട്ടു പോയ ദൈവിക സാദൃശ്യത്തിലേക്കും സ്വരൂപത്തിലേക്കുമുള്ള മടങ്ങിവരവാണ് ഉപവാസത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത്. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? ആരെങ്കിലും ഒരാളൊന്ന് വായിക്കാവോ? പുറപ്പാട് പുസ്തകം 34-ന്റെ 26, 27, 28 വാക്യങ്ങളൊന്ന് വായിക്കാവോ? നിന്റെ നിലത്തിലെ ആദ്യ വിളവിന്റെ ആദ്യ ഫലം നിന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവരേണം. കോലാട്ടിൻകുട്ടിയെ അതിന്റെ തള്ളയുടെ പാലിൽ പാകം ചെയ്യരുത്. യഹോവ പിന്നെയും മോശയോട് ഈ വചനങ്ങൾ. പുറപ്പാട് പുസ്തകമല്ലേ വായിക്കുന്നേ? അതെ, 34-ന്റെ 26, 27, 28. വായിച്ചു. യഹോവ പിന്നെ മോശയോട് ഈ വചനങ്ങളെ എഴുതിക്കൊള്ളുക. ഈ വചനങ്ങൾ ആധാരമാക്കി ഞാൻ നിന്നോടും ഇസ്രായേലിനോടും നിയമം ചെയ്തിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. അവൻ അവിടെ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും 40 പകലും 40 രാവും യഹോവയുടെ കൂടെ ആയിരുന്നു. അവൻ 10 കൽപ്പനയായ നിയമത്തിന്റെ വചനങ്ങളെ പലകയിൽ എഴുതി കൊടുത്തു. അതിന്റെ താഴെയുള്ള വാക്കൂടി വായിച്ചു. 29 കൂടെ വായിച്ചു. അവൻ തന്നോട് അരുളി ചെയ്തത് നിമിത്തം തന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചു എന്ന് മോശ സാക്ഷ്യത്തിന്റെ പലക രണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് സീനായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അറിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോ പഴയ നിയമത്തിൽ ദൈവം തിരഞ്ഞെടുത്ത ഒരു മനുഷ്യൻ ദൈവത്തോട് കൂടെ ആയിരുന്ന ഒരു കാലയളവിനെ നമുക്ക് കാണാൻ കഴിയും. മോശ 40 രാവും 40 പകലും വെള്ളം കുടിക്കാതെ, ആഹാരം കഴിക്കാതെ ദൈവത്തോട് കൂടെ ദൈവത്തെ കേൾക്കുവാനായിട്ട്, ദൈവത്തെ അറിയുവാനായിട്ടിരുന്നു. ആമേൻ. അപ്പൊ ഉപവാസത്തിനകത്ത് ദൈവഹിതപ്രകാരമുള്ള ഉപവാസമാണോ? അതിനകത്ത് ദൈവത്തെ കേൾക്കാനും ദൈവത്തെ അറിയുവാനുമുള്ള ഒരു തലമാണ് ഉപവാസത്തിനകത്ത് വെളിപ്പെടുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? മോശയുടെ ഉപവാസത്തിനകത്ത് മോശയുടെ മീതേക്ക് ദൈവിക തേജസ്സിന്റെ, ദൈവ മഹത്വത്തിന്റെ ഒരു കൈമാറ്റം മോശയുടെ ഉപവാസത്തിനകത്ത് സംഭവിക്കാനിടയായി. ദൈവത്തിന് സ്തോത്രം. മോശയുടെ ഉപവാസത്തിനകത്ത് മോശയുടെ ജഡം 40 ദിവസം ജീവിപ്പിക്കപ്പെട്ടത് ദൈവത്തിന്റെ തേജസ്സിന്റെ ശക്തിയാലാണ്. മോശ 40 ദിവസം എന്ത് ചെയ്തത്? ജീവിച്ചത്. അപ്പൊ മനസ്സിലാക്കണം, ഉപവാസം ദൈവത്തിന്റെ തേജസ്സിന്റെ ശക്തിയാൽ ജീവിപ്പിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ദൈവത്തിന് സ്തോത്രം. അത് മാത്രമാണോ, നമ്മളിലേക്ക് ദൈവീക സ്വരൂപത്തെ ഒരു റെസ്റ്റോറേഷൻ. ആദമിൽ എന്ത് സംഭവിച്ചു? ഈ തേജസ് എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. ഇന്ന് പകലി മനസ്സിലാക്കണം, ഉപവാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ നീ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ തേജസ്സിന്റെ കൈമാറ്റം എന്നിലേക്കും സംഭവിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് പകൽ എത്ര പേർ ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്?
ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ മോശയുടെ മീതേക്ക് ഉപവസിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവ തേജസ് അവനോട് അരുളി ചെയ്തത് നിമിത്തം അവന്റെ ത്വക്ക് ചെയ്തു? പ്രകാശിച്ചു. ആദമിൽ നമുക്ക് കാണാൻ കഴിയും ദൈവത്തിന്റെ തേജസ് ആദാമിന്റെ ജഡത്തിൽ നിന്ന് ചോർന്നുപോയി. ആമേൻ. പക്ഷെ മോശയിൽ ദൈവികമായ ഉപവാസത്തിനകത്ത് ദ ഡിവൈൻ ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ തേജസ് മോശയിലേക്ക് റെസ്റ്റോർ ചെയ്യപ്പെടുകയായിരുന്നു. ആമേൻ. നമ്മുടെ തീം ഒരു റെസ്റ്റോറേഷൻ ആണ്. ഒന്നാമത്തെ ചിന്ത എന്നത് ദൈവത്തിന്റെ തേജസ്സിനാൽ നാം ഒന്ന് റെസ്റ്റോർ ചെയ്യപ്പെടുക, ദൈവിക സ്വഭാവ ഗുണങ്ങളിലേക്ക്, ദൈവ മഹത്വത്വത്തിലേക്ക് നമ്മളൊന്ന് റെസ്റ്റോർ ചെയ്യപ്പെടണം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അപ്പോ മോശയുടെ ഉപവാസത്തിനകത്ത് എന്ത് സംഭവിച്ചു? ആമേൻ. ഇന്ന് പകലിൽ നമ്മൾ മനസ്സിലാക്കണം, ഉപവാസം എന്നത് ദൈവത്തിന്റെ സ്വരൂപത്തെ, ദൈവത്തിന്റെ തേജസ്സിനെ, ദൈവത്തിന്റെ മഹത്വത്തെ നമ്മളിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആമേൻ. അത് കേവലം ഭൗതികമാകുന്ന ഒരു വിടുതലുകൾക്കകത്ത് നമ്മൾ അതിനെ ഒതുക്കിക്കളയരുത്. ദൈവിക സ്വഭാവ ഗുണങ്ങളിലേക്ക് നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്നതാണ് ഉപവാസം. ഒന്നുകൂടെ പറഞ്ഞാൽ ക്രിസ്തുവിനെ ധരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. അപ്പോ പഴയ നിയമത്തിലെ ഉപവാസങ്ങളെ നമുക്ക് വിവിധ നിലകളിൽ, വിവിധ തലങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പുതിയ നിയമത്തിലെ ഉപവാസത്തിലേക്കാണ് നമ്മൾ ഇന്ന് വിരല് ചൂണ്ടുന്നത്. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമത്തിലെ ഉപവാസത്തിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് പുതിയ നിയമത്തിലെ ഉപവാസം. അപ്പോ ഇന്ന് പകലിൽ നമുക്ക് ആദ്യത്തെ കുറിവാക്യം നമുക്ക് വായിക്കാം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 4:1 വാക്യം ആരെങ്കിലും ഒരാളൊന്ന് വായിക്കണമേ. ലൂക്കോസ് 4:1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. മതി. അടുത്ത ഒരാള് മത്തായി എഴുതിയ സുവിശേഷം 4:2 വാക്യം. 4:1-2 വായിച്ചു. മത്തായി 4:1-2. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പകലിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ 1-ാം ദിനത്തിൽ പരിശുദ്ധാത്മാവ് ഏതെല്ലാം മേഖലകളിൽ ഞങ്ങളെ റെസ്റ്റോർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുവോ ആ മേഖലകളിൽ ദൈവത്തിന്റെ കരം ഇന്ന് പകലിൽ ചലിക്കപ്പെടുവാൻ ആഴമേറിയ ചില ദൈവിക ഉദാഹരണങ്ങൾ ജീവിതത്തിന്റെ മേൽ, ശരീരത്തിന്റെ മേൽ, ശുശ്രൂഷ മണ്ഡലങ്ങളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ ചില ദൈവികമാകുന്ന റെസ്റ്റോറേഷനുകൾ ഇന്ന് പകലിൽ നടപ്പാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. വിവിധ ദേശങ്ങളിൽ, വിവിധ സാഹചര്യങ്ങളിൽ, വിവിധ ഭാഷകളുടെ, സംസ്കാരങ്ങളുടെ നടുവിൽ ഇന്ന് പകലിൽ ചില സമയങ്ങളെ വേർതിരിച്ചു ദൈവപാദപീഠത്തിലായിരിക്കുന്ന ചില വ്യക്തികളുടെ മേൽ ദൈവ തേജസ്സിന്റെ കൈമാറ്റം, ക്രിസ്തുവിനെ ധരിക്കപ്പെടുന്ന ഒരു നിലകളിലേക്ക് അസാധാരണമാകുന്ന ഒരു ദൈവിക തേജസ്സിന്റെ കൈമാറ്റം ഈ പകൽ സമയത്ത് സംഭവിക്കപ്പെട്ടിട്ട് ചില ജഡീക മണ്ഡലങ്ങളെ ഉരിഞ്ഞു കളയുവാൻ, ചില പിൻഗമന വ്യാപാരങ്ങളെ, ചില രോഗബന്ധനങ്ങളെ ഇന്ന് പകൽ കുടഞ്ഞൊഴിഞ്ഞു കളയുന്ന ചില നുക
ബന്ധനത്തെയും അമിക്കയറുകളെയും പൊട്ടിച്ചെറിയുക. ഹല്ലേലൂയ. ചിലതിനോട് ജീവിതത്തെ കണക്ട് ചെയ്തിട്ടിരിക്കുന്ന ചില ലൈഫ് പാറ്റേണുകളുമായിട്ട് ജീവിതത്തെ, ശരീരത്തെ ബന്ധിച്ചിട്ടിരിക്കുന്ന, ഭാവി മേഖലകളെ ബന്ധിച്ചിട്ടിരിക്കുന്ന ചില നുകങ്ങളും ചില ഭാരങ്ങൾ, ചില രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ചിലതിനെ പൊട്ടിച്ചെറിഞ്ഞ് ദൈവത്തിന്റെ നിയോഗങ്ങളിലേക്ക് കഴുകൻ ചിറകടിച്ചു കയറുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ഞങ്ങളുടെ ആത്മതലങ്ങളെ ഇന്ന് കരം പിടിച്ച് ഉയർത്തുന്നതിന് നന്ദി പറയുകയാണ്. ദൈവവചന ശുശ്രൂഷയ്ക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന ഇരുട്ടിന്റെ അധികാരങ്ങൾ, ശക്തികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകുവാൻ ഞങ്ങൾ ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ശക്തിയും കൃപയും ഞങ്ങളോട് കൂടെ ഇരിക്കണം. ഈ ശുശ്രൂഷയെ ക്രിസ്തു മൂലം ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ആത്മാവ് ഇടപെടുന്നതിന്, ആത്മാവ് ഞങ്ങളുടെ നടുവിൽ പ്രവർത്തിക്കുന്നതിന് പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നാം വായിച്ചത്, പ്രാരംഭമായി നമ്മൾ വായിച്ചത് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായമാണ്. ദൈവത്തിന് സ്തോത്രം. പുതിയ നിയമത്തിലെ ഉപവാസത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ന് പകലിൽ പുതിയ നിയമത്തിലെ ഉപവാസം എങ്ങനെയാണ് നടന്നത്, ആരായിരുന്നു പുതിയ നിയമ ഉപവാസത്തിനായിട്ട് ക്രിസ്തുവിനെ ഒരുക്കിയത്, എന്തായിരുന്നു പുതിയ നിയമത്തിനകത്തുള്ള ഉപവാസത്തിനകത്ത് സംഭവിച്ച അതിന്റെ റിസൾട്ടുകൾ എന്തായിരുന്നു എന്നിങ്ങനെയുള്ള ചില വിഷയങ്ങളെ കുറിച്ചാണ് ഇന്ന് ഈ പകൽ സമയം നമ്മൾ ചിന്തിപ്പാനായിട്ട് പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അപ്പോ പുതിയ നിയമത്തിലെ ഉപവാസം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, ലൂക്കോസ് 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, പുതിയ നിയമത്തിലെ ഉപവാസം ആത്മാവിന്റെ നിറവിലും ആത്മാവിന്റെ നടത്തിപ്പിലുമാണ്. ലൂക്കോസ് 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. നോക്കുക, പുതിയ നിയമത്തിലെ ഉപവാസത്തിന്റെ ആരംഭം എന്നുള്ളത് ആത്മാവിന്റെ നിറവിനകത്താണ്. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ മേൽ സംഭവിക്കപ്പെടുമ്പോൾ, ആത്മാവിന്റെ നിറവ് നമ്മളെ ദൈവഹിതത്തിലേക്ക് എന്ത് ചെയ്യും? നടത്തപ്പെടുവാനിടയാക്കും. അല്ലെങ്കിൽ ആത്മാവിന്റെ നിറവ് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ജഡത്തെ കൊണ്ടുപോകും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അപ്പോ പുതിയ നിയമത്തിലെ ഉപവാസത്തിലേക്ക് വരുമ്പോൾ, പുതിയ നിയമത്തിലെ ഉപവാസത്തിനകത്ത് നമുക്ക് കാണാം ആത്മാവിന്റെ നിറവും ആത്മാവിന്റെ നടത്തിപ്പിലുമാണ് ഉപവാസം ആരംഭിക്കേണ്ടുന്നത്. ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലാക്കണം, പ്രശ്നമുണ്ടായിട്ടോ പ്രതികൂലം ഉണ്ടായിട്ടോ അല്ല ഉപവസിക്കേണ്ടത്. പുതിയ നിയമത്തിലെ ഉപവാസം ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിന്റെ നിറവിലും പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിലുമാണ് ആരംഭിച്ചത്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിലും പരിശുദ്ധാത്മാവിന്റെ നിറവിലുമാണ് ഒരു ഉപവാസം ആരംഭിക്കുന്നതെങ്കിൽ അതിന്റെ പിൻപിൽ വലിയൊരു ദൈവശക്തിയുടെ ചലനം നമ്മുടെ മേൽ വ്യാപരിപ്പാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. അപ്പോ ആത്മാവിന്റെ നിറവിലും ആത്മാവിന്റെ നിയോഗത്തിലും ആരംഭിച്ച ഉപവാസത്തിനകത്ത് ആത്മാവ് യേശുവിനെ എന്ത് ചെയ്തു? മരുഭൂമിയിലേക്ക് എന്ത് ചെയ്തു? നടത്തി. ആമേൻ. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. മത്തായി 4-ാമത്തെ വാക്യം. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ നിറവിലും നിയോഗത്തിലും നടത്തിപ്പിലുമാണെങ്കിൽ ചില പരീക്ഷകളുടെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ കടന്നു വരും. ഇന്ന് പകലിൽ നമ്മൾ ഉപവാസത്തിനോടുകൂടെ ആയിരിക്കുമ്പോൾ, നമ്മൾ ഉപവസിച്ചെഴുന്നേൽക്കുമ്പോൾ പല വിഷയങ്ങളും നമ്മുടെ മുന്നിൽ വരും. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ മുന്നിൽ തോക്കാറുണ്ട്, ജയിക്കാറുണ്ട്. ഇന്ന് പകലിൽ തോറ്റ് അടിവാങ്ങിയിരിക്കാനല്ല, ഇന്ന് പകൽ ജയിക്കുന്നവരായി തീരുവാൻ നമ്മളെ കുറിച്ച് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ
പരിശുദ്ധാത്മാവാണ് എങ്ങോട്ട് നടത്തിയത്? മരുഭൂമിയിലേക്ക് നടത്തിയത്. ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നടത്തും എന്ന് പറയുമ്പോൾ, ഓ, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വേദികളിൽ നിന്ന് വേദികളിലേക്കും ഫ്ലൈറ്റിൽ നിന്ന് ഫ്ലൈറ്റിലേക്കും നമ്മളെ പറഞ്ഞും പഠിപ്പിച്ചും കേട്ടൊക്കെ ഇരിക്കുന്ന അങ്ങനെയാ. പക്ഷേ ആത്മാവ് എന്ത് ചെയ്യും? മരുഭൂമിയിലേക്ക് നടത്തും. മരുഭൂമിയുടെ പ്രത്യേകത എന്താ? പൊടിക്കാറ്റുണ്ടാകും, ചൂടുണ്ടാകും. ഇവിടെ മരുഭൂമി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന നിർജ്ജന പ്രദേശത്തെയാണ് മരുഭൂമി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. പാറക്കെട്ടുകളും ചെറിയ ചെറിയ വൃക്ഷലതാദികളും ഒക്കെ ഉള്ള ഒരു സ്ഥലം, വിൽഡർനെസ്. അവിടെ യേശു ഒറ്റപ്പെട്ടവനായിട്ടിരിക്കും. ഏകാന്തതയുടെ അനുഭവങ്ങളെ കാണാം. മറ്റു മനുഷ്യരായിട്ടുള്ള ഒരു സംസർഗമൊന്നുമില്ല. ഒരു സെപ്പറേഷന്റെ അനുഭവത്തെ നമുക്ക് അവിടെ കാണാൻ കഴിയും. ആമേൻ. കാരണം വചനത്തിൽ നമുക്ക് ഫോളോ ചെയ്യാൻ, നമുക്ക് അനുഗമിക്കാൻ, നമുക്ക് മാതൃകയായിട്ട് ഉള്ള ഒരേ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തു. നമ്മൾ പാസ്റ്റർമാരുടെ മുഖത്തേക്ക് നോക്കിയാൽ നമ്മൾ വീഴും. നമ്മളോട് കർത്താവ് നോക്കാനായിട്ട് പറഞ്ഞത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് നോക്കാനായിട്ട് പറഞ്ഞതാരാ? കർത്താവായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാൻ, സൂക്ഷിച്ചു നോക്കാൻ, അവന്റെ കാൽ ചുവടുകളെ എന്ത് ചെയ്യുക? പിന്തുടരാനായിട്ടാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മളെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാനായിട്ട് എന്ത് ചെയ്യും? ചില മരുഭൂമിയുടെ അനുഭവത്തിനകത്ത് കൊണ്ടുപോകും. മറ്റാരും നമ്മുടെ കൂടെ കാണത്തില്ല, നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. ഞെരുക്കത്തിന്റെയും കഷ്ടതയുടെയും അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഒരു പ്രധാനപ്പെട്ട വസ്തുത മനസ്സിലാക്കണം. ശക്തിയേറിയ ശുശ്രൂഷകൾ നമ്മളിലൂടെ ചെയ്തെടുക്കുന്നതിന് മുൻപായി നമ്മളിൽ ഇരിക്കുന്ന ജഡീക സ്വാധീനങ്ങളെയും സാത്താൻ നമ്മളെ പരീക്ഷിക്കുന്ന മേഖലകളെയും നമ്മൾ ജയിച്ച് മുന്നേറേണ്ടുന്നത് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവൻ എന്ത് ചെയ്തു? വിശന്നു. അപ്പോൾ പരീക്ഷകൻ എന്ത് ചെയ്തു? അടുത്തു. നോക്കുക, വിശപ്പ് ന്യായമായൊരു കാര്യമല്ലേ? ഒരാവശ്യമല്ലേ? ആണോ കുഞ്ഞുങ്ങളെ? ഒരാവശ്യമല്ലേ? അപ്പോൾ ആരടുത്ത് വന്നു? പരീക്ഷകൻ. ഒന്നാമത്തെ തലമെന്നുള്ളത് ആവശ്യമെന്ന് തോന്നുന്ന വിഷയങ്ങളെ മുൻപിൽ കൊണ്ടുവന്ന് പിശാച് നമ്മളെ പരീക്ഷിക്കുന്ന മേഖലകളുണ്ട്. ആമേൻ. അപ്പോ പരിശുദ്ധാത്മാവിന്റെ നിറവിലും നിയോഗത്തിലും നടത്തിപ്പിലുമാണ് പുതിയ നിയമത്തിലെ ഉപവാസം. മനസ്സിലാക്കിക്കോണം. പരിശുദ്ധാത്മാവിന്റെ നിറവിലും നിയോഗത്തിലും നടത്തിപ്പിലുമാണ് പുതിയ നിയമത്തിലെ ഉപവാസം. ഈ ഉപവാസത്തിനകത്ത് പിശാച് വ്യക്തിപരമായി ജഡമണ്ഡലങ്ങളിൽ പോരാടുന്ന മേഖലകളിൽ എന്ത് ചെയ്യും? ആത്മനിയോഗത്തിലാണെങ്കിൽ അതിന്റെ മുകളിൽ എന്ത് ചെയ്യും? ജയം വ്യാപരിക്കും. ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ ഉപവാസത്തിനകത്ത് നമുക്ക് കാണാം ജഡമണ്ഡലങ്ങളിലുള്ള സാത്താന്യ സ്വാധീന മേഖലകളെ തകർത്ത് എന്ത് ചെയ്യുന്നു? മുന്നേറുകയാണ്. ഒന്നാമത്തെ മണ്ഡലം ആവശ്യങ്ങളോടുള്ള ബന്ധത്തിലാണ്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നമ്മുടെ മുന്നിൽ വരുന്ന ആവശ്യങ്ങളോടുള്ള ബന്ധത്തിൽ അതിനെ മറികടക്കുന്ന, അതിനെ ജയിക്കുന്ന ഒരു ദൈവകൃപ നമുക്ക് പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. പലരും വീണ് പോകുന്ന ഒരു മേഖലയാണ്. 40 ദിവസം ഉപവസിച്ച് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? വിശക്കും, ഇല്ലേ? ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ, ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ, ശരീരത്തിന്റെ മോഹങ്ങളെ ജയിച്ചടക്കുന്ന ഒരാത്മമണ്ഡലത്തിലേക്ക് നമ്മുടെ ജീവിതം എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യപ്പെടും. ആമേൻ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ആമേൻ. ദൈവഹിതപ്രകാരമുള്ള ഉപവാസത്തിനകത്ത് എന്താണ് സംഭവിക്കുന്നത്? സാത്താന്യ ശക്തികളെ എന്ത് ചെയ്യും? ജയിച്ചടക്കും. ആമേൻ.
നമുക്കറിയാം 3 തലങ്ങളിൽ യേശുവിനെ പരീക്ഷിക്കുന്നതായിട്ട് കാണാം. അപ്പൊ മനസ്സിലാക്കണം, ഉപവാസത്തിനകത്ത് പിശാചിന്റെ പരീക്ഷണങ്ങളെ ജയിച്ചടക്കുന്നതാണ് ഉപവാസം. ആമേൻ. അങ്ങനെ പൈശാചിക പരീക്ഷണങ്ങളെ ജയിച്ച് മുന്നേറുമ്പോൾ ഉപവാസത്തിന്റെ റിസൾട്ടായിട്ട് ഏഞ്ചലിക് എൻകൗണ്ടർ അല്ലെങ്കിൽ ദൂതന്മാരുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ അവിടെ സംഭവിക്കും. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് പകൽ നമ്മളിലേക്ക് ആഴമേറിയ ആത്മമണ്ഡലങ്ങൾ വെളിപ്പെടാതിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ജഡമണ്ഡലങ്ങളുടെ മുകളിൽ നമ്മൾ ഒരു വിടുതൽ പ്രാപിച്ചിട്ടില്ല. പലപ്പോഴും നമ്മുടെ ഉപവാസം കേവലം ആവശ്യങ്ങളുടെ, ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം എന്നൊരു കൺസെപ്റ്റിനകത്ത് ഒതുങ്ങിക്കിടക്കുക. ഇന്ന് പകലിൽ ആ പരിധികളും പരിമിതികളെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് എന്താഗ്രഹിക്കുന്നു ആ ഒരു കൺസെപ്റ്റിനകത്തേക്ക് ഇന്ന് പകലിൽ നമ്മൾ കയറി വരാൻ തയ്യാറാകണം. ദൈവത്തിന് സ്തോത്രം. അത് മാത്രമാണോ? ആത്മാവിനാൽ, ആത്മനിയോഗത്താൽ, ആത്മാവിനോടുള്ള അനുസരണത്താലുള്ള ഉപവാസം അത് പരീക്ഷകളെ ജയിക്കുന്നതിനകത്ത് ഒതുങ്ങുകയായിരുന്നില്ല. അത് ദൈവ ശക്തിയുടെ ഒരു നിറവിലേക്ക് ക്രിസ്തുവിനെ കൊണ്ടുവരുവാനിടയായി തീർന്നെന്ന് നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസ് 4:14 വാക്യം ഒന്ന് വായിച്ചേ ഒരാൾ. ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അവന്റെ സ്തുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഉപവാസത്തിനകത്ത് പിശാചിന്റെ പരീക്ഷണങ്ങളെ, തന്ത്രങ്ങളെ ജയിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും ആത്മാവിന്റെ നിറവ് ആത്മശക്തിയായിട്ട് അത് പരിണമിക്കുവാനായിട്ടിടയായിത്തീരും. അത് മാത്രമാണോ? യേശു ആത്മാവിന്റെ ശക്തിയോടെ എന്ത് ചെയ്തു? ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. ഗലീലയിൽ ഒരു പ്രവചനം കിടപ്പുണ്ടില്ലേ? ഇരുളിലും അന്ധതമസിലും മരണത്തിന്റെ നിഴലിലും ഇരുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് എഴുതിയിരുന്ന ഒരു പ്രവചന ദൂത് കിടപ്പുണ്ട്. ഇന്ന് പകലിൽ ഒരു ദൂത് ആത്മാവിൽ ഞാൻ ഇന്ന് വിളിച്ചു പറയാം. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താലും പരിശുദ്ധാത്മാവിന്റെ നിറവിനാലും പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിനാലുമാണ് നീ ദൈവസന്നിധിയിൽ ഇരിക്കുന്നതെങ്കിൽ ഇന്ന് പകലിൽ നിന്റെ മേൽ നീ അറിയാതെ വ്യാപരിക്കുന്ന സകല സാത്താന്യ മണ്ഡലങ്ങളുടെ മേലും നിനക്ക് ജയം വ്യാപരിക്കുകയും നിന്റെ മേൽ ദൈവശക്തി വ്യാപരിച്ചിട്ട് നിന്നോട് പറഞ്ഞ ദൂതുകളിലേക്ക്, നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളിലേക്ക് നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി നിന്നെ കൊണ്ടുപോകാനിടയായിത്തീരും. ആമേൻ. ഗലീലയുടെ പ്രത്യേകത ജാതികൾ തിങ്ങിപ്പാർക്കുന്ന ദേശം. ഹല്ലേലൂയ. ജാതികളുടെ ഗലീല. യോർദാനിക്കരയുള്ള പ്രദേശം, രൂബേൻ ഗോത്രം, ശിമിയോൻ ഗോത്രം എന്നിവർ താമസിക്കുന്ന ജാതികളുടെ ഗലീല. ആമേൻ. ഇന്ന് ഒരു സത്യം ദൈവമൈതലേ നീ മനസ്സിലാക്കണം. നിന്റെ മേലൊന്ന് ദൈവശക്തി വ്യാപരിക്കേണ്ട വണ്ണം ഒന്ന് വ്യാപരിച്ചു കഴിഞ്ഞാൽ നിന്നെ മടക്കിക്കൊണ്ടുപോകുന്ന ഒരു ദൈവശക്തിയുണ്ട്. എന്താ മടക്കിക്കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ, മുമ്പ് നീ ഉണ്ടായിരുന്നതും എന്നാൽ ഇപ്പോൾ ഇല്ലാതിരിക്കുന്നതുമാകുന്ന ചില മേഖലകളിലേക്ക് നിന്നെ ഈ ദൈവശക്തി മടക്കിക്കൊണ്ടുപോകും. ആമേൻ. ഇന്നലകളിൽ നിനക്ക് നിൽക്കാൻ കഴിയാതെ പോയ മേഖലകളിൽ, ഇന്നലകളിൽ നീ ഭയപ്പെട്ട വിഷയങ്ങളുടെ മേൽ, ഹല്ലേലൂയ, യാക്കോബിനോട് ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ ഈ ദേശത്തേക്ക് എന്ത് ചെയ്യും? മടക്കിക്കൊണ്ടുവരും. ആമേൻ. എന്നാൽ ഇന്നലകളിൽ ആ ദേശത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല. ഭയപ്പെട്ടു പോയ വിഷയങ്ങളുണ്ട്. എനിക്കിവിടെ മരണഭയങ്ങൾ മുന്നിൽ വന്ന സമയങ്ങളുണ്ട്.
എന്നാൽ ആത്മശക്തി, ദൈവവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ എവിടെ ഉണ്ടായി? യാബോക്ക് എന്ന കടവിൽ എൻകൗണ്ടർ ഉണ്ടായപ്പോൾ അവിടെ ഇറങ്ങി വന്ന ദൈവത്തിന്റെ തിരുസാന്നിധ്യം, ദൈവത്തിന്റെ തിരുശക്തി യാക്കോബിനോട് പറഞ്ഞ ദൈവത്തിന്റെ ആലോചനകളിലേക്ക്, ദൈവത്തിന്റെ പദ്ധതികളിലേക്ക് അവനെ കൊണ്ടുചെന്നെത്തിക്കാനിടയായി. ഇന്ന് പകലിൽ നിന്റെ മേൽ ആത്മാവിന്റെ ശക്തി വ്യാപരിച്ചാൽ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളിലേക്ക് അത് നിന്നെ കൊണ്ടുചെന്നെത്തിക്കും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് പകലി ദൈവ പൈതലേ, നിന്റെ മേൽ ഈ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കാൻ ഇടയായാൽ നീ നിന്റെ പേരിനെ നീ വലുതാക്കാൻ നോക്കണ്ട. നിന്നെക്കുറിച്ചുള്ള ശ്രുതി എന്ത് ചെയ്യും? ചുറ്റുമുള്ള നാട്ടിലൊക്കെയും എന്ത് ചെയ്യും? പരക്കും. നീ നിന്റെ പേരിനെ വലുതാക്കാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ നിന്റെ പേരിനെ, നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തി വലുതാക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്നലകളിൽ നിന്നെ അംഗീകരിക്കാതെ പോയിടത്ത്, ഇന്നലകളിൽ നിന്നെ തിരസ്കരിച്ചു കളഞ്ഞ ഇടത്ത്, ഇന്നലകളിൽ നിന്നെ തള്ളിക്കളഞ്ഞ ഇടത്ത് ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിലൂടെ വെളിപ്പെടുത്തുന്നതാണ് ഈ ശക്തിയുടെ പ്രത്യേകത. അതേ, ഈ ആത്മശക്തി നമ്മുടെ മേൽ വ്യാപരിച്ചാൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതികളെ, നമ്മളായിരിക്കുന്ന ദേശത്ത്, നമ്മളായിരിക്കുന്ന ഇടത്ത് ആ ദൈവത്തിന്റെ ശക്തി നമ്മളിലൂടെ ദൈവത്തിന്റെ ആഗ്രഹങ്ങളെ നിറവേറ്റും. അതെ, ഹല്ലേലൂയ. നമ്മൾ വായിച്ച ഈ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ ആത്മശക്തി യേശുവിനെ ഗലീലയിലേക്ക് എന്ത് ചെയ്തു? മടക്കിക്കൊണ്ടുപോയി. ആമേൻ, ഹല്ലേലൂയ. അത് മാത്രമാണോ? ക്രിസ്തുവിന്റെ പേരിനെ എന്ത് ചെയ്തു? അത് പ്രസിദ്ധമാക്കി. ആമേൻ. ആത്മശക്തി ഒരു മാന്യതയുടെ അനുഭവത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുവരും. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവരുടെ പള്ളികളിൽ അവൻ ഉപദേശിച്ചു, എല്ലാവരും അവനെ എന്ത് ചെയ്തു? പ്രശംസിച്ചു. ആമേൻ. ആത്മശക്തി ജീവിതത്തിന്റെ മേൽ മാന്യതയുടെ അനുഭവങ്ങളെ കൊണ്ടുവരും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അത് മാത്രമായിരുന്നു ഈ ഒരു ഉപവാസത്തിന്റെ പ്രത്യേകത. ദൈവവചനത്തെ മുഖം നോക്കാതെ അല്ലെങ്കിൽ വ്യക്തികളെ നോക്കാതെ വചനത്തെ വചനമായിട്ട് വിളിച്ചു പറയത്തക്ക നിലകളിൽ ക്രിസ്തുവിന്റെ മേൽ ഈ ആത്മശക്തി വ്യാപരിച്ചു. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ലൂക്കോസ് 4:16 തൊട്ടുള്ള വാക്യങ്ങളെ എടുത്ത് പഠിക്കുമ്പോൾ 16 തൊട്ട് 30 വരെ വചനത്തെ വചനമായിട്ട് തന്നെ എന്ത് ചെയ്തു? വിളിച്ചു പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവിടെ കൂടിയിരുന്നവർക്കൊന്നും എന്തില്ല, ഇഷ്ടപ്പെട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. 22-ാമത്തെ വാക്യങ്ങളിൽ എല്ലാവരും അവനെ പുകഴ്ത്തുന്നുണ്ട്. അവൻ നിമിത്തം, അവന്റെ ലാവണ്യ വാക്കുകൾ നിമിത്തം എന്ത് ചെയ്തു? ആശ്ചര്യപ്പെടുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. പുതിയ നിയമത്തിലെ ഉപവാസത്തിലേക്ക് വരുമ്പോൾ മനസ്സിലാക്കണം, ദൈവശക്തി നമ്മുടെ മേൽ വ്യാപരിക്കും. നമ്മൾ വചനത്തെ എന്ത് ചെയ്യും? ഭയം കൂടാതെ അതിനെന്ത് ചെയ്യും? വിളിച്ചു പറയാനിടയാവും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വചനം എന്ന് പറയുമ്പോ ആ വചനം എന്ത് ചെയ്യും? പലർക്കും കൊള്ളാനിടയായിത്തീരും. പത്രോസ് വചനം ശുശ്രൂഷിച്ചപ്പോ എന്ത് ചെയ്തു? ഹൃദയത്തിൽ എന്ത് ചെയ്തു? കുത്തുകൊണ്ടു എന്ന് നമ്മൾ ഇവിടെ യേശു വചനം പറഞ്ഞു കഴിഞ്ഞപ്പോ യേശുവിന്റെ പ്രസംഗത്തിനകത്ത് എന്തായിരുന്നു? ആത്മശക്തിയിൽ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചത്? അതിന്റെ 28-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റു. അവനെ പട്ടണത്തിന് പുറത്താക്കി അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തല കീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ നമ്മൾ വിചാരിക്കും ദൈവശക്തിയൊക്കെ നമ്മൾ വ്യാപരിച്ചങ്ങ് ഭയങ്കരാവുന്നു. ആത്മശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ ആ ശക്തിയുടെ അടുത്ത തലത്തിലേക്ക് നമ്മൾ കയറാതിരിക്കാൻ ആരംഭത്തിൽ തന്നെ എന്ത് ചെയ്യും? പിശാച് പലതരത്തിൽ പ്രവർത്തിക്കും. ഇവിടെ എന്ത് ചെയ്തു?
അവിടെ അവനെ പുകഴ്ത്തിക്കൊണ്ടിരുന്ന വ്യക്തികൾ, ആശ്ചര്യപ്പെട്ടിരുന്ന വ്യക്തികൾ തന്നെ ക്രിസ്തുവിനെതിരായിട്ട് അവിടെ എഴുന്നേൽക്കുക. അവരെന്ത് ചെയ്തു? പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായിട്ട് എന്ത് ചെയ്തു? എഴുന്നേറ്റു, അവനെ പുറത്താക്കി. അപ്പൊ ആത്മശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്നത് എന്ത് ചെയ്യും? വചനം നമ്മള് വചനമായിട്ട് തന്നെ എന്ത് ചെയ്യും? പ്രസ്താവിക്കും. അതിനകത്ത് കള്ളത്തരങ്ങളോ നുറുങ്ങുകളോ ഒന്നും ചേർക്കത്തില്ല. അത് ചിലപ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ കൊള്ളും. കൊണ്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യും? പുറത്ത്. കർത്താവിന് എന്ത് ചെയ്തു? കർത്താവിനെ പുറത്താക്കി. പിന്നെയാണോ നമ്മുടെ കാര്യം? അപ്പൊ ആത്മശക്തി വ്യാപരിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കണം, വേദികളിൽ നിന്ന് വേദികളും ഫ്ലൈറ്റിൽ നിന്ന് ഫ്ലൈറ്റും അല്ല. കാര്യം ഈ ആത്മശക്തി വ്യാപരിക്കുന്ന എന്തിനാ? ദൈവത്തിന്റെ ഹിതം നമ്മളിലൂടെ ചെയ്തെടുക്കാനാ. ദൈവത്തിന്റെ ഹിതം നമ്മുടെ മേൽ നിവർത്തിയാകുന്നതിന് തടസ്സമായിട്ട് എന്ത് ചെയ്യും? സാത്താന്യ ശക്തികൾ അതിനെതിരെ പോരാടും. അതൊന്നാമത് വെളിപ്പെടുന്നത് നമ്മളെ പുകഴ്ത്തുന്ന, നമുക്ക് കൈത്താങ്ങൽ തരുന്ന വ്യക്തികളിലൂടെയൊക്കെ ആയിരിക്കും. നമ്മൾ ആശ്ചര്യപ്പെട്ട വ്യക്തികളിലൂടെയൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? പിശാച് പ്രവർത്തിക്കുന്ന. വചനം എന്ത് ചെയ്തു? അവരിത് കേട്ടപ്പോ എന്ത് ചെയ്തു? കോപം നിറഞ്ഞവരായി. എതിർപ്പുകൾ എന്ത് ചെയ്യും? ആത്മശക്തി വെളിപ്പെടാൻ ആരംഭിക്കുമ്പോൾ എന്ത് ചെയ്യും? എതിർപ്പുകൾ എന്ത് ചെയ്യും? ഉണ്ടാകും. അപ്പോസ്തല പ്രവർത്തികൾ എടുത്ത് പഠിക്കുമ്പോഴും എതിർപ്പുകൾ ഉണ്ടായില്ലേ? എന്നാൽ എതിർപ്പുകളെയും വെല്ലുവിളികളെയെല്ലാം വെട്ടി ജയിച്ച് മുന്നേറി ജയിച്ച് വന്നതാ സഭ. സഭ വളർന്നത് പ്രതികൂലങ്ങളുടെ നടുവിലാ ദൈവസഭ വളർന്നത്. അപ്പോ യേശുവിന് എന്ത് ചെയ്തു? അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കി പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലകീഴായി തള്ളി താഴിടാനായിട്ട് ഭാവിച്ചു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ആത്മശക്തി വ്യാപരിച്ച് 2 വാക്ക് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ആഫ്റ്റർ എഫക്റ്റുകളാണ് ഇവിടെ കാണുന്നത്. ബോവസുദേശി പറഞ്ഞതല്ല, പരിശുദ്ധാത്മാവ് തിരുവചനത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ്. നമ്മൾ വിചാരിക്കും ഇറ്റ് ഈസ് ഈസി, ഇത് വളരെ സുഖകരമായ ഒരു വഴിയാണ്. ഇവിടെ യേശുവിന് എന്ത് ചെയ്തു? ഇനി നീ മേലിൽ വചനം സംസാരിക്കരുത് എന്ന് വെച്ചാൽ വെളിപ്പെടേണ്ട ദൈവപ്രവൃത്തിയുടെ ആഴങ്ങളെ മനസ്സിലാക്കി അതിനെ ആരംഭത്തിലേ തന്നെ എന്നേക്കുമായി ഒടുക്കിക്കളയാനായിട്ട് എന്ത് ചെയ്തു? മനുഷ്യരിലൂടെ പിശാച് എഴുന്നേൽക്കുന്ന ഒരു ആത്മമണ്ഡലമാണ് ഇവിടെ വെളിപ്പെട്ടു വരുന്നത്. പക്ഷേ അവിടെ കാണാൻ കഴിയും, അവനോ അവരുടെ നടുവിൽ കൂടി എന്ത് ചെയ്തു? കടന്നുപോയി. കാര്യം കൊണ്ട് തള്ളിയിടുവാനില്ലായിട്ടുള്ള പദ്ധതികളെല്ലാം ഒരുക്കിയെങ്കിലും ആത്മശക്തി ഉള്ളവൻ എന്ത് ചെയ്തു? അവരുടെ നടുവിലൂടെ എന്ത് ചെയ്തു? കടന്നുപോയി. ഇത് പകലി മനസ്സിലാക്കണം. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിച്ചാൽ ആരൊക്കെ നമുക്ക് എതിരായിട്ട് നിന്നാലും, ആരൊക്കെ നമുക്ക് നേരെ എന്തെല്ലാം പ്രവർത്തിക്കാനായിട്ട് തീരുമാനിച്ചാലും ഇതൊന്നും നമ്മളെ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഇതിന്റെ നടുവിലൂടെ എന്ത് ചെയ്യും? നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിയോഗത്തിലേക്ക് നമ്മൾ നടന്നു പോകും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അയ്യോ പാസ്റ്റർ, തൊണ്ടയൊക്കെ ഒരിത്തിരി ഒന്ന് കനപ്പിച്ച് ഒരിത്തിരി ഘനഗാംഭീര്യത്തോടെയൊക്കെ പറഞ്ഞിരുന്നേല് ഞങ്ങൾ ഇപ്പൊ ആത്മാവിൽ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകലിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ആത്മശക്തി വ്യാപരിച്ചാൽ എതിർപ്പുകൾ ഉണ്ടാകും. യേശുവിന്റെ മേലെ ആത്മശക്തി വ്യാപരിച്ചിട്ട് പ്രശംസയുണ്ടായിരുന്നു, ആശ്ചര്യമൊക്കെ എല്ലാവരും കൂടി. അത് മാത്രമായിരുന്നില്ല, എതിർപ്പുകൾ എന്ത് ചെയ്തു? ഉയർന്നു വന്നു. നിയോഗമുള്ളതിനെ, ദൈവ പദ്ധതി ഉള്ളതിനെ ആരംഭത്തിലെ ഒതുക്കിക്കളയാനായിട്ട് എഴുന്നേൽക്കുന്ന ഒരു ദുരാത്മ മണ്ഡലത്തെ നമുക്ക് ഉൽപ്പത്തി പുസ്തകം തൊട്ടേ കാണാം. ഉൽപ്പത്തി കാണാം, പുറപ്പാടിനകത്ത് കാണാം, യേശുവിന്റെ ജന്മ ഫറവോനെ നമുക്ക് കാണാം, കായേനെ നമുക്ക് കാണാം, അഥല്യയെ നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഹെരോദാവിനെ നമുക്ക് കാണാൻ കഴിയും.
അരേത നാടുവഴിയെ കാണാൻ കഴിയും പൗലോസിനോടുള്ള ബന്ധം. സഭയിൽ അപ്പൊ ആരംഭത്തിലെ തന്നെ തകർത്ത് കളയാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പിശാച് വിവിധ നിലകളിൽ എന്ത് ചെയ്യും? നമുക്ക് നേരെ എഴുന്നേൽക്കും. ഒന്നാമത്തെ പരീക്ഷ നേരിട്ടായിരുന്നെങ്കിൽ രണ്ടാമത്തെ ചതിക്കണി വന്നത് മനുഷ്യരിലൂടെയാണ്. അതിനെ തിരിച്ചറിഞ്ഞ് എന്ത് ചെയ്തു? കർത്താവ് അവരുടെ നടുവിലൂടെ തന്നെ എന്ത് ചെയ്തു? കടന്നുപോയി. അപ്പൊ ആത്മശക്തി വ്യാപരിച്ചു കഴിഞ്ഞാൽ അവര് തന്ത്രം, അയ്യോ പാസ്റ്റർ അവരവിടെ അങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്യുന്നുണ്ട്, അയ്യോ 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 എന്ന് പറയുകയല്ല. ആത്മശക്തി നിന്റെ മേൽ വ്യാപരിച്ചാൽ പലരും നിനക്കെതിരെ എഴുന്നേൽക്കും, പലരും പല പ്രവർത്തികളും ചെയ്യും, ഗ്രൂപ്പിസം ഉണ്ടാവും, പലതും അവിടെ സംഭവിക്കും. പക്ഷെ നിന്റെ നിയോഗം വേറെയാ, നിന്റെ വിളി വേറെയാ. നിനക്കെതിരെ സംസാരിക്കുന്നവർ സംസാരിക്കും, നിനക്കെതിരെ ഇടപെടുന്നവർ പലതും എന്ത് ചെയ്യും? വിഭാവനം ചെയ്യും. പക്ഷെ ഇതൊന്നും നടക്കത്തുമില്ലതാനും. നീ നിന്നെ കുറിച്ചുള്ള ദൈവ പദ്ധതിയിലേക്ക് ദൈവ പൈതലെ നീ നടന്ന് കയറാനിടയായിത്തീരും. പുതിയ നിയമത്തിലെ ഉപവാസത്തിന്റെ പ്രത്യേകതയാണ്. അത് മാത്രമാണോ? ഈ ഉപവാസത്തിനകത്ത് നീ ഇരുന്നാൽ നീ എന്ത് ചെയ്യും? വചനം എന്ത് ചെയ്യും? ഉപദേശിച്ചു പോരും. അനന്തരം യേശു ഗലീലയിലെ പട്ടണമായ കഫർന്നഹൂമിൽ ചെന്ന് ശബത്തിൽ അവരെന്ത് ചെയ്തു? ഉപദേശിച്ചു പോന്നു. അപ്പോ ആത്മനിയോഗത്താൽ, ആത്മനിറവിനാൽ, ആത്മനടത്തിപ്പിനാലുള്ള ഉപവാസമാണ് പുതിയ നിയമത്തിലെ ഉപവാസം. ആ ഉപവാസത്തിനകത്ത് നമുക്ക് കാണാം വചന ശുശ്രൂഷയുടെ മുകളിൽ ഒരു മാറ്റം അവിടെ സംഭവിക്കുക. അവന്റെ വചനം അധികാരത്തോടുകൂടെ ആകയാൽ അവന്റെ ഉപദേശത്തിൽ എന്ത് ചെയ്തു? വിസ്മയിച്ചു. അപ്പോ ആത്മനിയോഗത്തിലുള്ള ഉപവാസത്തിനകത്ത് ദൈവത്തിന്റെ അധികാരം, ദൈവത്തിന്റെ ശക്തിയുടെ ഒരു സ്ഫുരണം നിന്റെ വാക്കുകളിലൂടെ വെളിപ്പെടും. അതുമാത്രമല്ല, ദുരാത്മ ശക്തികൾ നിന്റെ മുന്നിൽ വെളിപ്പെട്ടു വരും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താലും നിറവിനാലും നടത്തിപ്പിനാലുമുള്ള ഉപവാസത്തിന്റെ ഒരു റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ആ റിസൾട്ട് നിന്റെ വാക്കുകളിൽ ദൈവിക അധികാരത്തെ വെളിപ്പെടുത്തുകയും ആലയത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന ദുരാത്മ ശക്തികളെ വെളിപ്പെടുത്തി അതിനെ ആ വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആലയത്തിനകത്തിരിക്കുന്ന ദുരാത്മമണ്ഡലങ്ങളെ നിന്നിലൂടെ ദൈവം പുറത്താക്കിക്കളയും. നോക്കൂ, 33 വാക്യം ഒന്ന് വായിച്ചേ. 33, 34, 35 വാക്യങ്ങളൊന്നും ആരെങ്കിലും ഒന്ന് വായിച്ചേ. അവൻ നസ്രയനായ യേശുവോ വിടു, ഞങ്ങൾക്ക് നിനക്ക് എന്ത്? ഞാൻ നശിപ്പിപ്പാൻ വന്നിരിക്കുന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെയെന്ന് ഉറക്ക നിലവിളിച്ചു. 35 വായിച്ചു. മിണ്ടരുത്, അവനെ വിട്ടു പോക. യേശു അതിനെ ശാസിച്ചപ്പോൾ ഭൂതം തള്ളിയിട്ട് കേരളം വരുത്താതെ അവന് പോയി. ദൈവത്തിന് സ്തോത്രം. അപ്പോ പുതിയ നിയമത്തിലെ ഉപവാസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു റിസൾട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത്. വാക്കുകളിലൂടെ ദുരാത്മാക്കൾ എന്ത് ചെയ്യുന്നു? പുറപ്പെട്ടു പോകുന്നു. മറഞ്ഞിരിക്കുന്ന ദുരാത്മശക്തികൾ നമ്മുടെ മുന്നിൽ വെളിപ്പെട്ടു വരാനിടയായിത്തീരും. ആമേൻ. പുതിയ നിയമത്തിലെ ഉപവാസത്തിന്റെ പ്രത്യേകത മനസ്സിലാവുന്നുണ്ടോ? വീട് വെക്കലും സാമ്പത്തിക വിടുതലും അല്ല, ദൈവരാജ്യത്തിന്റെ വിശാലതയാണ് പുതിയ നിയമത്തിലെ ഉപവാസത്തിലൂടെ സംഭവിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അവിടെ നോക്കുക, അവിടെ യേശു ഈ ഭൂതത്തോട് എന്തെങ്കിലും പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ യേശു അതിന്റെ തലയിൽ കൈവയ്ക്കുന്നുണ്ടോ? യേശു ഒരു നിശ്ചിത അകലത്തിൽ നിൽക്കുന്നു. ഭൂതം സഭയ്ക്കകത്ത് വ്യക്തികളിൽ മറഞ്ഞിരിക്കുക.
ഇന്ന് പകലിൽ ആത്മനിയോഗത്തിലും ആത്മനിറവിലും ആത്മനടത്തിപ്പിലുമാണ് ഉപവാസമെങ്കിൽ സഭയ്ക്കകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിന് തടസ്സമായിട്ട് മറഞ്ഞിരിക്കുന്ന ദുരാത്മമണ്ഡലങ്ങൾ അതും നിന്റെ മുന്നിൽ വെളിപ്പെട്ട് നിന്റെ വാക്കുകളിലൂടെ അഴിഞ്ഞു മാറും. പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ഒരു ദൂതിനെ കൈമാറുകയാണ്. ആമേൻ. ഇവിടെ യേശു കൈവച്ചോ? ഒന്നും ചെയ്തില്ല. ആമേൻ. ക്രിസ്തുവിനുമേൽ വെളിപ്പെട്ട് നിന്ന ദൈവീക സാദൃശ്യവും സ്വരൂപവും അവിടെ ഇരുന്ന മനുഷ്യർക്ക് മനസ്സിലായില്ലെങ്കിലും അതിനകത്തിരുന്ന ദുരാത്മ ശക്തികൾക്ക് മനസ്സിലായി. നമ്മൾ പ്രാരംഭ ഭാഗത്ത് ചിന്തിച്ചു, ഉപവാസം ദൈവത്തെ ധരിക്കുന്നതാണ്. മോശയോടുള്ള ബന്ധത്തെ നമ്മൾ പറഞ്ഞില്ലേ? ഇവിടെ ഭൂതം പറഞ്ഞതെന്താ? നീ അത്യുന്നതനായ ദൈവത്തിന്റെ പരിശുദ്ധൻ, നീ ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ. അപ്പോ അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും യേശു ആരാ? യോസഫിന്റെ മകനും തച്ചന്റെ മോനൊക്കെയാ. പക്ഷെ ദുരാത്മാവിന് മനസ്സിലായി, ഇവൻ തച്ചന്റെ മോനല്ല, ഇവൻ ദൈവപുത്രനാ. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കണം, ഉപവാസത്തിനകത്ത് ദൈവീക സാദൃശ്യം നമ്മുടെ മേൽ വസിക്കുന്ന, നമ്മുടെ മേൽ വെളിപ്പെടുന്ന ഒരു അനുഭവമാണ് പുതിയ നിയമത്തിലെ ഉപവാസം. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഇങ്ങനെ ഒരു ആത്മമണ്ഡലത്തിലാണെങ്കിൽ ഒരുപക്ഷെ നമ്മളെ കുറിച്ച് പലരും പറയാം, ഇന്നടത്ത് ഇന്നാരുടെ മോള, ഇന്നടത്ത് ഇന്നാരുടെ മോന, അവനല്ല. പക്ഷെ ഭൂതത്തിനും ദുരാത്മാക്കൾക്കും മനസ്സിലാകും നമ്മൾ ആരാണ്. ദൈവത്തിന്റെ ഇവിടെ ഭൂതം പറഞ്ഞെന്താ? നീ അത്യുന്നതൻ, നീ ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് എന്ത് ചെയ്യുന്നു? ആമേൻ. നസ്രയനായ യേശുവേ, നിനക്കും ഞങ്ങൾക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നിരിക്കുന്നു. നീ ആരെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഉറക്കെ നിലവിളിച്ചു. മനസ്സിലാക്കണം, പൂർണ്ണ ജഡമായി നമ്മളെപ്പോലെ ഒരു മനുഷ്യനായിട്ട് ജീവിച്ച കർത്താവിന്റെ തിരുശരീരത്തിന്റെ മേൽ ഈ ഉപവാസം ഇരുന്ന് കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചത്? ദൈവീക സ്വരൂപത്തെ ധരിച്ചുകൊണ്ടാണ് ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചത്. മനുഷ്യർക്ക് മനസ്സിലായില്ലെങ്കിലും ഭൂതശക്തികൾ അതിനെ തിരിച്ചറിഞ്ഞു. നീ ദൈവത്തിന്റെ പരിശുദ്ധൻ. ഇന്ന് പകലിൽ നമ്മളെ ദേശത്ത് തിരിച്ചറിയേണ്ടുന്നത് നീ ദൈവത്തിന്റെ പുരുഷനാണ്, അല്ലെങ്കിൽ നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നോക്കുക, ഭൂതം പറയുന്നുണ്ട് ഒന്നല്ല, അപ്പൊ ഒന്നിലധികം വ്യക്തികളുണ്ട്. ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? അപ്പൊ ഒരാളുടെ മേത്തിരിക്കുന്ന ഒന്നിലധികമാണ്. എവിടെയിരിക്കുന്ന? സഭയ്ക്കകത്തായിരിക്കുന്നത്. അപ്പൊ പുതിയ നിയമത്തിലെ ഉപവാസത്തിനകത്ത് ഒന്നാമത്തെ മണ്ഡലം, സഭയ്ക്കകത്തിരിക്കുന്ന ദുരാത്മ മണ്ഡലങ്ങൾ എന്ത് ചെയ്യും? വെളിപ്പെട്ടഴിഞ്ഞു മാറും. മനുഷ്യര് വെല്ലുവിളികളായിട്ട് എഴുന്നേൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയും? ഭൂതങ്ങളുടെ മേൽ അസാധാരണമാകുന്ന ദൈവീക അധികാരം നമ്മുടെ മേൽ വെളിപ്പെടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മളെ ആ ഒരു സ്പിരിച്വൽ ഡയമെൻഷനിലേക്ക്, ആ ഒരു സ്പിരിച്വൽ റലത്തിലേക്ക് നമ്മൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? മനുഷ്യര് നമ്മൾക്ക് വിരോധമായിട്ട് എഴുന്നേൽക്കുന്നത്. ഇന്ന് പകലിൽ മനുഷ്യരുടെ വാക്കുകളാലും പ്രവൃത്തികളാലും പിശാച് നിന്നിലൂടെ ആത്മീക അധികാരം വെളിപ്പെടാതെ നിന്നെ ഒതുക്കി നിർത്തിയ മേഖലകളിലെ കുഞ്ഞെ, പ്രിയ അഭിഷക്തനെ, നിന്നെ വാക്കുകളാൽ ഒതുക്കിയ മേഖലകളില്ലേ? ഇന്ന് പകലിൽ ആ വീണ് കിടക്കുന്ന ഇടത്ത് നിന്ന് നീ ഒന്ന് എഴുന്നേൽക്ക്. കാരണം നിന്നിലൂടെ ശക്തമായ ചില ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടുന്നത് കൊണ്ടാ, അതിന്റെ ആരംഭത്തെ മനസ്സിലാക്കിയത് കൊണ്ടാ ശത്രു നിന്നെ വാക്കുകളാൽ നിന്നെ തളർത്തിക്കളഞ്ഞത്, വാക്കുകളാൽ നിന്നെ ഒതുക്കിക്കളഞ്ഞത്. എന്നാൽ ഇന്ന് പകലിൽ മനസ്സിലാക്കണം, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി മനുഷ്യരുടെ വാക്കുകൾക്കോ മനുഷ്യരുടെ പ്രവൃത്തികൾക്കോ അതീതമായി വെല്ലുവിളികളുടെ നടുവിലൂടെ നിന്നെ നിയോഗത്തിൽ നടത്തിക്കൊണ്ടു പോകുന്നതാ. ഇന്ന് പകലിൽ മനസ്സിലാക്കണം, നീ ഒരു ദാസ്യ നീ പ്രാപിച്ചത് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെയാ നീ ഇന്ന് പ്രാപിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നോക്കുക, യേശു അവിടെ എന്താണ് പറഞ്ഞത്? മിണ്ടരുത്,
അവനെ എന്ത് ചെയ്യുക? വിട്ട് പോകുക എന്ന് യേശു എന്ത് ചെയ്തു? അതിനെ ശാസിച്ചു. ഭൂതം അവനെ നടുവിൽ തള്ളിയിട്ട് കേടൊന്നും വരുത്താതെ അവനെ വിട്ടുപോയി. ആമേൻ. ഇന്ന് പകലേ മനസ്സിലാക്കണം, ഒരു ദുരാത്മശക്തി നിന്നെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി, ഇന്ന് പകലേ മനസ്സിലാക്കണം, ഒരുപക്ഷെ നിന്നെ തള്ളിയിടാൻ അത് ശ്രമിച്ചേക്കാം, പക്ഷെ കേടുവരുത്താൻ പറ്റത്തില്ല. ആമേൻ. നോക്ക്, ചന്ദ്രരോഗം ബാധിച്ചിരുന്ന ആ ഒരു മകനെ എന്ത് ചെയ്തു? പലപ്പോഴും തീയിലും വെള്ളത്തിലും എന്ത് ചെയ്തു? തള്ളിയിട്ടു. ഇന്ന് പകല് പിശാചിനെ പലതിലേക്കും നിന്നെ തള്ളിയിടാം, പക്ഷേ നിന്റെ പ്രാണനെ തൊടുവാൻ, നിന്നെ നശിപ്പിക്കുവാൻ അവന് കഴിയത്തില്ല. ഇന്ന് പകലിൽ നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം നിന്റെ ശരീരമാകുന്ന ആലയത്തിലേക്ക് ഇന്ന് പകൽ ഇറങ്ങി വരുന്നുണ്ട്. ഇന്ന് പകലിൽ മറ്റാരും നിന്റെ വിഷയത്തെ അറിയുന്നില്ല, പക്ഷെ പലതിനകത്തും നിന്നെ ചില ദുരാത്മശക്തികൾ തള്ളിയിടുമ്പോ പല പാപത്തിലേക്കും പല പ്രവർത്തികളിലേക്കും അറുക്കാനും മുടിക്കാനും മോഷ്ടിക്കുവാനുമായി കടന്നു വരുന്ന സാത്താന്യ ശക്തികൾ പലതിലേക്കും നിന്നെ തള്ളിയിടുമ്പോൾ, കുടുംബ കലഹങ്ങളിലേക്ക് തള്ളിയിടുമ്പോൾ, അനൈക്യതയിലേക്ക് തള്ളിയിടുമ്പോൾ, കലഹങ്ങളിലേക്ക് തള്ളിയിടുമ്പോൾ, ഇന്ന് പകൽ നിന്റെ ആലയത്തിനകത്ത് ഇന്ന് പകൽ ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങി വരികയാ. കത്തുന്ന മുൾപ്പടർപ്പിനുമേൽ ഇറങ്ങി വന്നവൻ ഇന്ന് പകലിൽ നിന്റെ ശരീരത്തിലേക്ക് അവന്റെ തിരുസാന്നിധ്യത്തിന്റെ പകർച്ച, നീ ആയിരിക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിലേക്ക് ദൈവം ഇന്ന് ഇറങ്ങി വരികയാ. ചിലരുടെ ശരീരങ്ങളെ ഇന്ന് പകലിൽ കർത്താവ് തൊടുകയാ. കർത്താവ് തൊടുക. നിന്നെ തള്ളിയിടുന്ന ചിലതിലേക്ക് നിന്നെ തള്ളിയിടുന്ന, നിനക്ക് താല്പര്യമില്ലെങ്കിലും നിന്നെ ബലത്തോടെ തള്ളിയിടുന്ന ചില ആത്മാധികാരങ്ങളുടെ മേൽ, ചില ഗൈഡിങ് സ്പിരിറ്റുകളുടെ മേൽ തള്ളിയിടുന്ന വിഷയങ്ങൾ, അല്ലെ ചില വ്യർത്ഥ സംസാരങ്ങളിലേക്ക്, കോപ സംസാരങ്ങളിലേക്ക് തള്ളിയിടുന്ന ചില ആത്മമണ്ഡലങ്ങൾ, തള്ളിയിടുന്ന ചില സംസാരങ്ങളിലേക്ക്, ചില പ്രവർത്തികളിലേക്ക്, ചില ഇടപെടലുകളിലേക്ക് തള്ളിയിടുന്ന ചില മേഖലകൾ. എന്നാൽ അത് ഒരു ദോഷത്തിനായി വരേണ്ടതാ. പക്ഷേ ഇന്ന് പകലിൽ ദൈവം ചിലതിനെ കേടുവരാതെ, ഒരു നഷ്ടം വരാതെ, അല്ലെ ഒരു തകർച്ച വരാതെ, ഒരു ദോഷം സംഭവിക്കാതെ ഇന്ന് പകലിൽ ദൈവത്തിന്റെ കരം ചിലതിനെ വിടുവിക്കുകയാണ്. ഹല്ലേലൂയ. കേടുവരുത്താതെ വിട്ടിട്ട് പോയി. ആമേൻ. കേടുവരുത്താതെ വിട്ടിട്ട് പോയി. ഇന്ന് പകലിൽ നിന്റെ ശരീരത്തെ വിട്ട്, നിന്റെ തലമുറകളെ വിട്ട്, നിന്റെ വാഗ്ദത്തങ്ങളെ വിട്ട്, ഹല്ലേലൂയ, ഇന്ന് പകലിൽ ചിലത് വിട്ടു പോകുകയാ. എവിടെയാ ഈ വിടുതൽ നടന്നത്? ആലയത്തിനകത്ത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഓ ശാഖബറാനാതിരിയാലബ. അപ്പോ ആലയത്തിനകത്ത് ദുരാത്മശക്തികളിൽ നിന്ന് നമ്മളെ റെസ്റ്റോർ ചെയ്യുന്ന ഒരു ദൈവം. ആമേൻ. ഈ ഉപവാസത്തിന്റെ തീം എന്നുള്ളത് റെസ്റ്റോറേഷൻ. അപ്പോ ആലയത്തിനകത്ത് ദൈവ സാന്നിധ്യം വസിക്കേണ്ട ഇടത്ത് ദൈവ സാന്നിധ്യം വസിക്കാതെ അതിനകത്ത് വസിക്കുന്ന ദുരാത്മ സ്വാധീനങ്ങൾ, ആമേൻ, ആലയത്തെ ദൈവ സാന്നിധ്യത്തിലേക്ക് റെസ്റ്റോർ ചെയ്യുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അത് മാത്രമാണോ ഈ ഉപവാസത്തിന്റെ പ്രത്യേകത? അതിന്റെ റിസൾട്ട് എന്താന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, അവിടെ അധികാരത്തോടും ശക്തിയോടും കൂടെ ഭൂതയാത്മ ശക്തികളോട് കൽപ്പിക്കുകയാ. ചിലതൊക്കെ എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ അധികാരം നമ്മുടെ വാക്കുകളിലൂടെ വെളിപ്പെടും. പുതിയ നിയമത്തിലെ ഉപവാസത്തിന്റെ പ്രത്യേകതയാ. ആമേൻ. അത് മാത്രമാണോ? എല്ലാവർക്കും വിസ്മയം ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പേരെന്ത് ചെയ്യും? നാടെങ്ങും എന്ത് ചെയ്യും? പരക്കും. 37 വാക്യം, അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാടെങ്ങും എന്ത് ചെയ്തു? പരന്നു. ആമേൻ. 38 വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ ഒരു ഹീലിംഗ് മിനിസ്ട്രി. ആമേൻ. ഉപവാസം ഇരുന്നാൽ അതിന്റെ റിസൾട്ട് എങ്ങനെയാ? അടുത്തതൊരു ഹീലിംഗ് മിനിസ്ട്രിയുടെ തലം നമുക്ക് കാണാം. പത്രോസിന്റെ അമ്മായിയമ്മ എന്ത് ചെയ്തു? കഠിന ജ്വരം വലഞ്ഞിരിക്കുക. വാക്കുകളാൽ രോഗങ്ങളെ തുടച്ചു മാറ്റുന്ന ഒരാത്മ മണ്ഡലം, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയുടെ റലം അവിടെ എന്ത് ചെയ്യുക? യേശുവിന്റെ മുൻപിൽ ഓപ്പൺ ആകുക.
മുന്നിൽ കടന്നു വരുന്ന വ്യക്തികളുടെ വിടുതലിനോടുള്ള ബന്ധത്തിൽ, അവരെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി ക്രിസ്തുവിലൂടെ വെളിപ്പെടുക. അപ്പൊ പുതിയ നിയമത്തിന്റെ ഉപവാസത്തിന്റെ ആ ഒരു റിസൾട്ട് എന്തൊക്കെയാണെന്ന് മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും ദൈവമേ കടഭാരം മാറണം, കൊച്ചിന്റെ കല്യാണം നടക്കണം, വീട് പണിയണം, വണ്ടി മേടിക്കണം, ആത്മാക്കൾ കടന്നു വരണം, ശുശ്രൂഷയിൽ എന്തെങ്കിലും ഒരു അഭിവൃദ്ധി ഉണ്ടാകണം, കടഭാരം മാറണം. ഇതിനൊന്നും വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പ്രാർത്ഥിക്കണം. നമ്മൾ ഈ അനുഗ്രഹത്തിന്റെ പുറകെ പോകുന്നതിനേക്കാളും നല്ലതാ ദൈവത്തിന്റെ പ്രസാദത്തിന്റെ പുറകെ പോകുന്നത്. അനുഗ്രഹം ചോദിച്ചു മേടിക്കുന്ന, പക്ഷെ പ്രസാദം എന്ത് ചെയ്യുന്ന മനസ്സറിഞ്ഞ് തരുന്നത്. ഭൂമിയിൽ ദൈവപ്രസാദം ഉള്ളവർക്ക് എന്തുണ്ട്? സമാധാനമുണ്ട്. നമ്മൾ ചിലതൊക്കെ ചോദിച്ച് മേടിച്ചിട്ടും സമാധാനം ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചിന്തിച്ചു നോക്കി. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രസാദത്തിനകത്തേക്ക് വരാൻ പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഫേവർ, ദൈവത്തിന്റെ പ്രസാദത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം. നമ്മൾ ചോദിച്ചു മേടിക്കുന്നതിനേക്കാൾ ഉപരി ദൈവം മനസ്സർ കണ്ടറിഞ്ഞ് നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു നിലകളിലേക്ക് നമ്മൾ ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യുന്നവരായിട്ട് നമ്മുടെ ജീവിതം മാറുക. അപ്പോ പുതിയ നിയമത്തിലെ ഉപവാസത്തിനകത്ത് എന്താണ് സംഭവിച്ചത്? യേശുവിന്റെ ഉപവാസത്തിനകത്ത് രോഗികളുടെ മേൽ എന്ത് ചെയ്യുക? വിടുതൽ സംഭവിക്കുക. അത് മാത്രമാണോ? ഉടനെ അവൾ എഴുന്നേറ്റ് എന്ത് ചെയ്തു? അവനെ ശുശ്രൂഷിച്ചു. ആമേൻ. ചിലതിനെയൊക്കെ വിടുവിച്ചെഴുന്നേൽപ്പിക്കുന്നത് ദൈവത്തിന്റെ പ്രവർത്തികൾക്ക് വേണ്ടി, ചിലതിനെ വിടുവിച്ചെഴുന്നേൽപ്പിക്കുന്ന നിലകളിൽ ദൈവത്തിന്റെ ശക്തി നമ്മളിലൂടെ എന്ത് ചെയ്യും? വെളിപ്പെടാനായിട്ടിടയായി. പുതിയ നിയമത്തിലെ ഉപവാസത്തിന്റെ റിസൾട്ടാണ് ഇതെല്ലാം. വീണ്ടും നമ്മളൊന്ന് വായിക്കുമ്പോ 39 തൊട്ടുള്ള വാക്യങ്ങളൊന്ന് വായിക്കൂ. 39, 41, 42 വാക്യങ്ങളൊക്കെ ഒന്ന് വായിച്ചേ. ജ്വരത്തെ നോക്കി അവൻ ശാസിച്ചു. അത് അവളെ വിട്ടുമാറി. അവൾ ഉടനെ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. സൂര്യൻ അസ്തമിക്കുമ്പോൾ നാനാവ്യാധികൾ പിടിച്ച ദീനക്കാർ ഉള്ളവരൊക്കെയും അവരെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഓരോരുത്തരുടെ മേലും കൈവച്ച് സൗഖ്യമാക്കി. പലരിൽ നിന്നും ഭൂതങ്ങൾ നീ ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിലവിളിച്ച് പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടു പോയി. താൻ ക്രിസ്തു എന്ന അവ അറിയുകൊണ്ട് മിണ്ടുവാൻ അവൻ സമ്മതിക്കാതെ അവയെ ശാസിച്ചു. 42 കൂടി വായിച്ചു. നേരം വെളുത്തപ്പോൾ അവൻ പുറപ്പെട്ട ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി. പുരുഷാരം അവനെ തിരഞ്ഞ് അവന്റെ അരികത്ത് വന്നു. തങ്ങളെ വിട്ടു പോകാതിരിപ്പാൻ അവനെ തടുത്തു. സ്തോത്രം. അപ്പോ യേശു കർത്താവ് 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞെഴുന്നേറ്റ് പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് എഴുന്നേറ്റപ്പോൾ തന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം തന്റെ ശരീരത്തിലൂടെ, തന്റെ പ്രവർത്തികളിലൂടെ ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ വെളിപ്പെട്ടു വരികയായി. ആമേൻ, ആമേൻ. നോക്കുക, 40ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വ്യാധികൾ പിടിച്ചിരുന്നവരെ, ദീനക്കാരെ എല്ലാം എന്ത് ചെയ്യുക? സൗഖ്യമാക്കുകയാ. എന്ത് ചെയ്തു? കൈവച്ച് എന്ത് ചെയ്തു? അവരെ സൗഖ്യമാക്കി. ആമേൻ. യേശു കൈവച്ചപ്പോ അവിടെ ആ വ്യക്തിയുടെ മേൽ പതിക്കപ്പെട്ട കരം യേശുവിന്റെ അല്ല, ദൈവത്തിന്റെ കരമാണ്. കാരണം ഈ യേശുവിന്റെ ശരീരത്തിന്റെ മേൽ ദൈവീകത്വമാണ് എന്ത് ചെയ്തത്? യേശു ധരിച്ചിരുന്നത്. നമ്മുടെ മനസ്സിൽ ഉപവാസം നമ്മൾ എന്താന്ന് പറഞ്ഞത്? ദൈവത്തെ ധരിക്കുന്നതാണ് ഉപവാസം. ആമേൻ. ഇത് നിങ്ങൾക്ക് എത്രത്തോളം ദഹിക്കുമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ പലപ്പോഴും വീട് വെക്കുന്നതും ലോൺ കിട്ടുന്നതും പിള്ളേരുടെ പഠനം, കല്യാണം, ഇതൊക്കെയാണ് നമ്മുടെ ഉപവാസം. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉപവസിക്കും. ഇതൊക്കെയാ. നമ്മൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വന്നിട്ടില്ല. പക്ഷെ നമ്മൾ ഈ ഒരു കൺസെപ്റ്റിനകത്തേക്ക് നമ്മൾ ഇന്ന് വരണം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ യേശുവിന്റെ ഉപവാസത്തിനകത്ത് കൈ, ദൈവത്തിന്റെ കരം ക്രിസ്തുവിലൂടെ വെളിപ്പെടാൻ അവൻ കൈവച്ച് എന്ത് ചെയ്തു? രോഗികൾ എന്ത് ചെയ്തു?
സൗഖ്യമാക്കി. ആമേൻ. അപ്പൊ നോക്കുക, അനേകരെ വിടുവിക്കത്തക്ക നിലകളിൽ എന്ത് ചെയ്തു? ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും ദൈവം ഉപയോഗിക്കാൻ തുടങ്ങി. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഉപവാസം ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മനസ്സിലാക്കണം, ഒരു സാധാരണ മനുഷ്യനായിട്ടല്ല എഴുന്നേൽക്കുന്നത്. ഈ ഒരു ചിന്ത ഉള്ളിലുണ്ടാകണം. ആത്മാവിന്റെ നിറവും ആത്മാവിന്റെ നിയോഗവും ആത്മാവിന്റെ നടത്തിപ്പിലുമാണ് ഉപവാസമെങ്കിൽ ഈ ഒരു തലത്തിലേക്ക് കയറും. അപ്പോ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും ദൈവനാമ മഹത്വത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു മേഖല നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. നോക്ക്, 41 വാക്യമൊക്കെ എടുത്ത് പഠിക്കുമ്പോ ക്രിസ്തുവിന്റെ മേൽ അധിവസിച്ച ദൈവീക സാദൃശ്യത്തെയാണ് എന്ത് ചെയ്തത്? ദൈവീക സ്വരൂപത്തെയാണ് ഭൂതാത്മാക്കളെ വിളിച്ചു പറഞ്ഞ് അലറിക്കൊണ്ട് ഓടിപ്പോകുന്നത്. പലരിൽ നിന്നും ഭൂതങ്ങൾ നീ ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിലവിളിച്ച് പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടു പോയി. അയ്യോ, പലരും പറഞ്ഞു തച്ചന്റെ മോനാണ്, യോസഫ്, യാക്കോബ്, ഇവൻ മറിയയുടെ മോനല്ലേ. പലർക്കും അവിടെ പറയാണ്ടായിരുന്നു ഇതൊക്കെയാ. അപ്പന്റെ അമ്മയുടെയും കല്യാണത്തിന് മുമ്പ് ജനിച്ച മോനല്ലേ. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഉപവാസം ഇരുന്ന് തലം മാറിയ വ്യക്തി, കാര്യം മനുഷ്യന് മനസ്സിലാവില്ല, പക്ഷെ ദുരാത്മാക്കൾക്ക് നിന്റെ മേൽ വസിക്കുന്ന ദൈവിക സ്വരൂപത്തെ മനസ്സിലാക്കാൻ കഴിയും. ദുരാത്മാക്കൾക്ക് നിന്റെ മേൽ വസിക്കുന്ന പുത്രത്വത്തിന്റെ അഭിഷേകത്തെ തിരിച്ചറിയാൻ കഴിയും. ഇവിടെ പറഞ്ഞതെന്താ? നീ യോസഫിന്റെ മോനാണെന്നാണോ പറഞ്ഞേ? നീ മരിയയുടെ മോനാണെന്നാണോ പറഞ്ഞേ? അല്ല, നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ആമേൻ. അപ്പൊ മനസ്സിലാക്കുക, ഉപവാസം ആ ഒരു പുത്രത്വത്തിന്റെ ആത്മാവിനെ അല്ലെങ്കിൽ ദൈവീക പുത്രത്വത്തെ നമ്മുടെ മേൽ വെളിപ്പെടുത്തുന്നതാണ് പുതിയ നിയമത്തിലെ ഉപവാസം. ആമേൻ. ഭൂതത്തോട് എന്തെങ്കിലും പറഞ്ഞോ? നീ ആരാണ്, എന്താണ്, നീ എവിടെ നിന്ന് വന്ന, എങ്ങനെ വന്നതാ, നീ എങ്ങനെ കെട്ടി, ഇങ്ങനെ കെട്ടി, അങ്ങനെ കെട്ടി, മറിച്ച് ഇതൊന്നും ചോദിക്കുന്നില്ല. ഇന്ന് പകൽ നമ്മളൊരു ഹയർ സ്പിരിച്വൽ റലത്തിലേക്ക് നമ്മൾ വളരണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഉന്നതമായ ആത്മമണ്ഡലത്തിലേക്ക് കയറി വരാൻ ദൈവാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇത് ആര് കാണിച്ചു തന്ന മാതൃകയാണ്? കർത്താവ് കാണിച്ചു തന്ന മാതൃക. ദൈവത്തിന് സ്തോത്രം. അത് മാത്രമല്ല, 42 വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ നേരം വെളുത്തപ്പോൾ അവൻ പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു എന്നുള്ളതിനെ കുറിച്ച് വേറൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത്, അവൻ അധികാലത്ത് എഴുന്നേറ്റ് പോയി പ്രാർത്ഥിച്ചു. അപ്പൊ പുതിയ നിയമത്തിലെ ഉപവാസം, ശുശ്രൂഷകളും വിടുതലുകളും എല്ലാം നടക്കുമ്പോൾ തന്നെ വ്യത്യസ്തമായ ഒരു പ്രാർത്ഥന ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. ഉപവാസത്തിന്റെ റിസൾട്ടാണ് ഞാൻ ഈ പറയുന്നത്. പിശാച് പരീക്ഷിക്കും, എന്നാൽ അതിനെന്ത് ചെയ്യും? ജയിക്കും. ആത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ കടന്നു വരും, നമ്മളെ അതെന്ത് ചെയ്യും? മടക്കിക്കൊണ്ടുപോകും. ദൈവപ്രവൃത്തികളിലേക്ക് നമ്മളെ മടക്കിക്കൊണ്ടുപോകും. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകലിൽ ഹല്ലേലൂയ, ദൈവ ആത്മാവിനാലും ആത്മാവിന്റെ നിറവിനാലും ആത്മാവിന്റെ നടത്തിപ്പിനാലും നമ്മളുടെ ഒരു ഉപവാസം. പഴയ നിയമത്തിലെ ഉപവാസം മറ്റു പലതിനകത്തും ഒതുങ്ങി നിൽക്കുമ്പോൾ പുതിയ നിയമത്തിലെ ഉപവാസം ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ ശരീരത്തിലൂടെ നാം നിവർത്തിച്ചെടുക്കുന്ന ഒരു തലത്തെയാണ് എന്ത് ചെയ്യുന്നത്? പുതിയ നിയമത്തിലെ ഉപവാസത്തിനകത്ത് കാണാൻ കഴിയുന്നത്. ദൈവീക സ്വരൂപത്തെ അണിയുന്ന ഒരു തലത്തെയാണ് പുതിയ നിയമത്തിലെ ഉപവാസത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ
ഒരു ആത്മതലത്തിലേക്ക് നമ്മൾ കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചില ക്വാളിറ്റികൾ വേണം. ആമേൻ. ദൈവ സാന്നിധ്യം നമ്മളിൽ എന്ത് ചെയ്യണം? റെസ്റ്റോർ ആക്കപ്പെടണം. ആമേൻ. ഇന്ന് പകലിൽ നമ്മൾ ദൈവ സാന്നിധ്യം നമ്മുടെ മേലിൽ നിന്ന് വിട്ടുപോകാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ മഹത്വമാകുന്ന ആ ദൈവീക സ്വഭാവ ഗുണങ്ങൾ നമ്മളിൽ വെളിപ്പെട്ടു വരണം. ഉപവസിക്കും, പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം. യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ നിന്ന് അതിനോടനുബന്ധിച്ച് ചില വിഷയങ്ങളെ നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. യെഹെസ്കേലിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോ ദൈവത്തിന്റെ മഹത്വം ആലയത്തെ എന്ത് ചെയ്യുന്നു? വിട്ടുപോകുന്നു. ആമേൻ. അപ്പൊ പ്രാപിച്ച ദൈവകൃപ നഷ്ടപ്പെടുന്നു. ദൈവത്തിന്റെ മഹത്വം നമ്മളെ വിട്ടുപോകും. യെഹെസ്കേലിന്റെ പുസ്തകം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അതിന്റെ 4, 5, 6 വാക്യങ്ങൾ വായിച്ചോ. 8-ന്റെ 4, 5, 6 വാക്യങ്ങൾ. അവിടെ ഞാൻ സമഭൂമിയിൽ കണ്ട ദർശനം പോലെ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, തലപൊക്കി വടക്കോട്ട് നോക്കുക എന്ന് കൽപ്പിച്ചു. ഞാൻ തലപൊക്കി വടക്കോട്ട് നോക്കി. യാഗപീഠത്തിന്റെ വാതിലിന് വടക്കോട്ട് പ്രവേശനത്തിങ്കൽ തന്നെ ആ തീഷ്ണതാ ബിംബത്തെ കണ്ടു. അവൻ എന്നോട്, മനുഷ്യപുത്ര, അവർ ചെയ്യുന്നത് ഞാൻ എന്റെ വിശുദ്ധ മന്ദിരം വിട്ടു പോകേണ്ടതിന് ഇസ്രായേൽ ഗൃഹം ഇവിടെ ചെയ്യുന്ന മഹാമ്ലേച്ഛതകൾ തന്നെ നീ കാണുന്നുവോ? ഇതിലും വലിയ മ്ലേച്ഛതകൾ നീ കാണും എന്ന് അരുളി ചെയ്തു. അവനെന്നെ നോക്കുക മതി. അപ്പോ ദൈവം പറയുകയാണ്, ദൈവത്തിന്റെ മഹത്വം അല്ലെങ്കിൽ ദൈവം തന്റെ വിശുദ്ധ മന്ദിരം വിട്ടുപോകുവാൻ ഇസ്രായേൽ ഗൃഹം ഇവിടെ ചെയ്യുന്ന മഹാമ്ലേച്ഛതകൾ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോ ഈ മന്ദിരം എന്ന് പറയുന്നത് ആരാ? നമ്മൾ ഓരോരുത്തരും. നമ്മുടെ അകത്ത് ദൈവമഹത്വം വസിക്കാതിരിക്കുവാൻ നമ്മുടെ അകത്ത് എന്തെങ്കിലും മ്ലേച്ഛ ബിംബങ്ങൾ നമ്മുടെ അകത്തുണ്ടോ? ദൈവത്തിന് സ്തോത്രം. മ്ലേച്ഛതകൾ, തീഷ്ണതാ ബിംബങ്ങൾ നമ്മുടെ അകത്തുണ്ടോ? ദൈവത്തിന് സ്തോത്രം. 8-ാം അധ്യായത്തേക്ക് എടുത്ത് പഠിക്കുമ്പോ യെരൂശലേം എന്താ? ദൈവത്തിന്റെ വാസസ്ഥലമാ. മഹാരാജാവിന്റെ നഗരമാണ് യെരൂശലേം. എന്നാൽ ഈ യെരൂശലേമിനകത്ത് മ്ലേച്ഛതകൾ കടന്നു വന്നപ്പോൾ ദൈവത്തിന്റെ മഹത്വം ദേവാലയത്തെ എന്ത് ചെയ്തു? വിട്ടുപോകാനിടയായി. ആമേൻ. ഇന്ന് പകലിൽ നമ്മുടെ അകത്ത് ആഗ്രഹങ്ങളുണ്ടോ? അതെന്നാ ചോദ്യ പാസ്റ്റർ. ആഗ്രഹങ്ങളുണ്ട്. പിന്നെ ആഗ്രഹങ്ങളുണ്ട് പാസ്റ്റർ, വീട് വെക്കണം, മോളെ UK അയക്കണം, പിള്ളേരെ നല്ല രീതിയിൽ കെട്ടിച്ചയക്കണം, നല്ല 2 നിലയൊരു വീട്, നല്ലൊരു കാർ. ഇങ്ങനെ ആഗ്രഹങ്ങളുടെ പട്ടിക ഇങ്ങനെ നീണ്ട് നല്ല കുറച്ച് വസ്ത്രങ്ങൾ വാങ്ങണം, നല്ല ചെരുപ്പുകൾ വാങ്ങണം, നല്ല കുറച്ച് ചുരിദാറുകൾ വാങ്ങണം, നല്ല കുറച്ച് ഫുഡുകളൊക്കെ കഴിക്കണം. ഇങ്ങനെ ആഗ്രഹങ്ങള് പല വിധത്തിലുണ്ടില്ലേ? സ്വർണം വാങ്ങണം പാസ്റ്റർ. അങ്ങനെ അനവധി ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഇന്ന് പകൽ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അമിതമാകുന്ന ആഗ്രഹങ്ങൾ എന്തിനോട്ടില്ല. നമ്മുടെ അകത്തിരിക്കുന്ന വിഗ്രഹങ്ങൾ ഏതൊക്കെ? നമ്മുടെ അകത്ത് അമിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ നമുക്ക് ഏതൊക്കെ വിഷയങ്ങളോടുണ്ട്? അതെല്ലാം നമ്മളിൽ ദൈവകോപം ജ്വലിപ്പിക്കുന്നതിനുള്ള വഴികളാണ് നമ്മൾ തിരിച്ചറിയുന്നത്. നമ്മൾ ഈ കിടക്കുന്ന അത്യാഗ്രഹങ്ങൾ ചിലപ്പോൾ പണത്തോടാകാം, വസ്ത്രത്തോടാകാം, ആഹാരത്തോടാകാം, സ്ഥാനമാനങ്ങളോടാകാം, വാട്ടവർ. ഇതെല്ലാം നമ്മളിലിരിക്കുന്ന മ്ലേച്ഛത ബിംബങ്ങളാണ്, തീഷ്ണത ബിംബങ്ങളാണ്. ഇതിരിക്കുന്നിടത്തോളം കാലം ദൈവത്തിന്റെ മഹത്വം നമ്മളിൽ വസിക്കത്തില്ല. ദൈവം നമ്മളോട് എന്ത് ചെയ്യും? കോപിച്ച് ദൈവം നമ്മളെ വിട്ടുപോകും.
എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? യേശു വന്നപ്പോ ആലയത്തിനകത്താണ് എന്ത് ചെയ്തത്? ഭൂതത്തെ പുറത്താക്കിയത്, അല്ലേ? ഇന്ന് പകലിൽ ദൈവാലയമാകുന്ന നമ്മുടെ ശരീരത്തിനകത്ത് ദുർഭൂത ശക്തികൾക്ക് വസിക്കാൻ നമ്മുടെ സ്വഭാവങ്ങളിലൂടെ, നമ്മുടെ ആഗ്രഹങ്ങളിലൂടെ നമ്മൾ തുറന്നു കൊടുത്ത വഴികളും വാതിലുകളും ഉണ്ട്. ഇന്ന് പകലിൽ അതെല്ലാം അടച്ചേച്ചു വേണം പോവാൻ. സ്തോത്രം. ശരീരം ആരുടെ മന്ദിരമാ? ദൈവത്തിന്റെ മന്ദിരമാ. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഇടമാ. ഈ ആത്മാവ് വസിക്കുന്ന ഇടത്തെ നിന്റെ ആഗ്രഹങ്ങളാലും നിന്റെ ഭോഗചിന്തകൾക്കകത്തും നീ ഞെരുങ്ങിക്കിടക്കുന്നുണ്ടോ? മുള്ളിനിടയിൽ വീണ വിത്ത് പോലെ. എന്താ മുള്ളിനിടയിൽ വീണ വിത്തിന്റെ പ്രത്യേകത? മുളയ്ക്കും, വളരും, പക്ഷെ ഫലം കൊടുക്കത്തില്ല. ഫലം കൊടുക്കാൻ കഴിയാതെ എന്ത് ചെയ്യും? ഞെരുക്കിക്കളയും. സംസാരഭോഗങ്ങൾ, ജഡത്തിന്റെ ചിന്തകൾ ഒതുക്കിക്കളയുന്നുണ്ടോ? വചനം പറയുന്നു, ജഡത്തിന് മോഹം ജനിക്കുമാറ് വീണ്ടും എന്ത് ചെയ്യരുത്? ചിന്തിക്കരുത്. ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളു. അപ്പോ എഹെസ്കേലിന്റെ പുസ്തകം 8:6 താഴേക്ക് തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ, അതിന്റെ 8 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാം, അവൻ എന്നോട് അകത്ത് ചെന്ന് അവർ ഇവിടെ ചെയ്യുന്ന മ്ലേച്ഛതകളെ, വല്ലാത്ത മ്ലേച്ഛതകളെ എന്ത് ചെയ്യുക? നോക്കുക എന്ന് കൽപ്പിച്ചു. ഞാൻ അകത്ത് ചെന്നു വെറുപ്പായുള്ള ഇടജാതികളെയും മൃഗങ്ങളെയും ഇസ്രായേൽ ഗൃഹത്തിന്റെ സകല വിഗ്രഹങ്ങളെയും ചുറ്റും ചുവരിൽ വരച്ചിരിക്കുന്നത് കണ്ടു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നോക്കുക, നമ്മുടെ അകത്ത് വിഗ്രഹങ്ങൾ ഉണ്ടോ? ദൈവ സാന്നിധ്യം നമ്മളിലേക്ക്, മഹത്വം കടന്നു വരത്തില്ല. ദൈവിക സ്വരൂപത്വം നമ്മളിൽ വെളിപ്പെടത്തില്ല. ഇന്ന് പകലിൽ നമ്മളുടെ അകത്തിരിക്കുന്ന വിഗ്രഹങ്ങളെ നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിയുക മാത്രമല്ല, ആ വിഗ്രഹങ്ങളെ നമ്മൾ എന്ത് ചെയ്യാൻ തയ്യാറാകണം? അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. ആ സ്വഭാവത്തെ നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. ഉപവാസത്തിനകത്ത് എന്തുണ്ട്? ഒരു ശുദ്ധീകരണത്തിന്റെ അനുഭവം ഉണ്ട്. പ്യൂരിഫിക്കേഷൻ ഉണ്ടാകണം. ആരെങ്കിലും ഒരാള് എഹെസ്കേലിന്റെ പുസ്തകം 43 അധ്യായത്തിലേക്ക് വന്നേ. 43 9, 10 വാക്യങ്ങളൊന്ന് വായിച്ചേ. 9, 12 വാക്യങ്ങൾ. 9. ഇപ്പോൾ അവർ തങ്ങളുടെ പരസംഗവും രാജാക്കന്മാരുടെ ശവങ്ങളും എങ്കിൽ നിന്ന് ദൂരത്താക്കി കളയട്ടെ. എന്നാൽ ഞാൻ അവരുടെ മധ്യ എന്നേക്കും വസിക്കും. മനുഷ്യപുത്ര, ഇസ്രായേൽ ഗൃഹം തങ്ങളുടെ അകൃത്യങ്ങളെ കുറിച്ച് ലജ്ജിക്കേണ്ടതിന് നീ ഈ ആലയം അവരെ കാണിക്കുക. അവർ അതിന്റെ മാതൃക അളക്കട്ടെ. 12 വാക്യം വായിച്ചു. 12 വാക്യം വായിച്ചു. ഇതാകുന്നു ആലയത്തെ കുറിച്ചുള്ള പ്രമാണം. പർവ്വതത്തിന്റെ മുകളിൽ അതിന്റെ അതിർത്തിക്കകമെല്ലാം അതിവിശുദ്ധമായിരിക്കണം. അതെ, ഇതാകുന്നു ആലയത്തെ കുറിച്ചുള്ള പ്രമാണം. അപ്പൊ നോക്കുക, ദൈവം വസിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ദൈവം അവിടെ പറയുകയാണ്, പരസംഗം. അല്ലെ? പരസംഗവും രാജാക്കന്മാരുടെ ശവങ്ങളും എന്നിൽ നിന്ന് ദൂരത്താക്കി കളയട്ടെ. എന്നാൽ ഞാൻ അവരുടെ മധ്യേ എന്നേക്കും വസിക്കും. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ അകത്തളങ്ങളിൽ ദൈവം ഇറങ്ങി വസിക്കണമെന്ന്? എത്ര പേര് ആഗ്രഹിക്കും? നമുക്കറിയാം, ദൈവം വസിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ അകത്തിരിക്കുന്ന പരസംഗത്തെ, ഹാർലറ്ററിയെ, നമ്മുടെ അകത്തിരിക്കുന്ന ആത്മീക വ്യഭിചാരങ്ങളെ നമ്മൾ നീക്കിക്കളയാൻ തയ്യാറാകും. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? സ്പിരിച്വൽ അഡൽട്ടറി. നമ്മള് ദൈവത്തോട് വ്യഭിചാരം ചെയ്യുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. നമ്മൾ ആരാ? ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായിട്ട് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന നമ്മളെ. ഭർത്താവ് ഉണ്ടായിരിക്കെ മറ്റൊരുത്തന്റെ പുറകെ പോകുന്നതിനെയാണ് എന്ത്? പരസംഗം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്കൊരു ഭർത്താവുണ്ട്. അതാരാ? കർത്താവായ യേശു ക്രിസ്തുവാണ്. അങ്ങനെയെങ്കിൽ കർത്താവിനെ വിട്ട്, കർത്താവിന്റെ ആഗ്രഹങ്ങളെ വിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോകുന്നുണ്ടോ?
നമ്മുടെ ഇഷ്ടങ്ങൾക്ക് നമ്മൾ പോകുന്നുണ്ടോ? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പോകുന്നുണ്ടോ? നമ്മൾ പരസംഗം ചെയ്യുക, നമ്മൾ സ്പിരിച്വൽ അഡൽട്ടറി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, ആത്മീക വ്യഭിചാരം. യാക്കോബ് ലേഖനത്തിലൊക്കെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എന്താ? ലോകസ്നേഹം എന്താ? ദൈവത്തോട് ശത്രുത്വമാവുന്നു. നമ്മൾ ലോകത്തെ സ്നേഹിക്കുന്നുണ്ടോ? ലോകത്തെയും ലോകത്തെയും ലോകത്തിലുള്ളതിനെയും നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? പകലിൽ അങ്ങനെ ഒരു ജീവിത തലം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോടാണ് എന്ത് ചെയ്യുന്നത്? പരസംഗം ചെയ്യുന്നത്. ലോകസ്നേഹം നമ്മളിലുണ്ടോ? ആ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോ നമ്മുടെ അകത്തിരിക്കുന്ന പരസംഗങ്ങളും രാജാക്കന്മാരുടെ ശവങ്ങളും, ഇപ്പോൾ അവർ തങ്ങളുടെ പരസംഗവും രാജാക്കന്മാരുടെ ശവങ്ങളും എന്നിൽ നിന്ന് ദൂരത്താക്കി കളയട്ടെ, എന്നാൽ ഞാൻ അവരുടെ മധ്യേ എന്നേക്കും എന്ത് ചെയ്യും? വസിക്കും. ദൈവം ഒരു കണ്ടീഷൻ വെക്കുക. ദൈവത്തിന് സ്തോത്രം. പിന്നെ അതിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആലയത്തെക്കുറിച്ച് ദൈവത്തിനൊരു പ്രമാണമാണ്. എന്താ? ഇതാകുന്നു ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം. പർവ്വതത്തിന്റെ മുകളിൽ അതിന്റെ അതിർത്തിക്കകമെല്ലാം അതിവിശുദ്ധമായിരിക്കണം. ഒന്നല്ല, 2 പ്രാവശ്യം ദൈവം പറയുന്നു, ഉറപ്പിക്കുക. എന്താ? ഇതാകുന്നു പ്രമാണം. എന്താ? വിശുദ്ധി ഉണ്ടായിരിക്കും. ആമേൻ. അതിപ്പോ വെള്ളവസ്ത്രം ധരിക്കുന്നതും ക്ലീൻ ഷേവ് ചെയ്യുന്നതും ഇതിലൊന്നും അല്ല വിശുദ്ധി ഇരിക്കുന്നത്. ദൈവത്തിന് വിശുദ്ധി എന്നത് ദൈവത്തിന്റെ സ്വഭാവമാണ്, ദൈവത്തിന്റെ നേച്ചറാണ്. ദൈവം ആഗ്രഹിക്കുന്ന ആ ദൈവിക സ്വഭാവ ഗുണം നമ്മുടെ ശരീരമാകുന്ന ഈ ആലയത്തിൽ വെളിപ്പെടണം. ഇതാ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ ഒരു നിലയിലേക്ക് നമ്മൾ വളർന്നു വന്നേ മതിയാകും. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു തലത്തിലേക്ക് നമ്മൾ വളർന്നു വരുമ്പോൾ വിശുദ്ധിയുടെ അനുഭവം ഉണ്ടാകുന്നിടത്താണ് നമുക്ക് 47-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ആലയത്തിനകത്തുനിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? നദി പുറപ്പെടുന്നുണ്ട്, അല്ലേ? എസ്കേൽ 47-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം പറഞ്ഞതിനെ അനുസരിച്ച് മുൻപോട്ട് പോയപ്പോഴാണ് എന്ത് സംഭവിച്ചത്? അവനെന്നെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കിൽ മടക്കിക്കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെയും ഉമ്മരപ്പടിയുടെയും കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. അകത്തിരിക്കുന്ന ദൈവകൃപ, ദൈവശക്തി പുറത്തു വരണമെങ്കിൽ ദൈവിക സ്വരൂപം, ദൈവിക സാദൃശ്യം നമ്മുടെ മേൽ വെളിപ്പെടണം. ഇതുപോലെ ഈ ഒരു മേഖലകളിൽ നമ്മുടെ ലൈഫ് ഒന്ന് കറക്റ്റ് ചെയ്യപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഇനി അടുത്തത് പുതിയ നിയമത്തിലെ തന്നെ മറ്റൊരു ഉപവാസത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ ഉപവാസത്തിന്റെ പ്രത്യേകത ദൈവിക നിയോഗങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? നയിക്കുന്നതാണ് ഉപവാസം. ദൈവിക നിയോഗങ്ങളിലേക്ക് നയിക്കുകയും ദൈവപ്രവൃത്തിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നതിനെ പരസ്യമായി എതിർത്ത് തകർത്തുകളയുകയും ചെയ്യുന്നതാണ് ഉപവാസം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് വരാം. ഒരാളൊന്ന് വേഗത്തിലെടുക്കാമോ? അതിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കാവോ? 2-3 വാക്യങ്ങളൊന്ന് വായിക്കാം. അവർ കർത്താവിനെ ആരാധിച്ച് ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ചു പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. ഇവിടെ അപ്പോസ്തലനായ പൗലോസിന്റെ ശുശ്രൂഷയിലുള്ള വളർച്ചകൾ വെളിപ്പെടുന്നതിന് മുൻപായി ഒരു ഉപവാസത്തിന്റെയും ആരാധനയുടെയും തലത്തെ നമുക്ക് കാണാം. പുതിയ നിയമത്തിലെ 2-ാമത്തെ ഉപവാസമാണെന്ന് തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. 13-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ബർന്നബാസ് ഉണ്ട്, നീഗർ എന്ന പേരുള്ള ശീമോനുണ്ട്,
കുറവേനക്കാരനാകുന്ന ലൂക്കോസ് ഉണ്ട്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാരും എല്ലാം ജാതിയുടെയോ മതത്തിന്റെയോ വിദ്യാഭ്യാസത്തിന്റെയോ കുലമഹിമയുടെയോ അതിർവരമ്പുകളില്ലാതെ അന്ത്യോക്യ സഭയ്ക്കകത്ത് ഹല്ലേലൂയ ചില ദൈവമനുഷ്യർ, ചില പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഇരുന്ന് എന്ത് ചെയ്യുക? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അവർ ഉപവസിച്ചുകൊണ്ടിരിക്കുക. അവിടെ എഴുതിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ഒന്ന്, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ. എന്താണ് ആരാധന എന്നുള്ളത്? പൂർവ്വപിതാവായ അബ്രഹാമിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അബ്രഹാം പറയുന്നുണ്ട്, നിങ്ങൾ കഴുതുകളുമായി ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും അവിടത്തോളം പോയി ആരാധന കഴിച്ച് മടങ്ങി വരാം. എന്താണ് ആരാധന? ദൈവം പറയുന്നതിനെ അനുസരിക്കുന്നതാണ് ആരാധന. ആമേൻ. നമ്മളത് പുറമെയുള്ള കയ്യടിക്കകത്തും പാട്ടിനകത്തും അന്യഭാഷ ഇന്ന് നല്ല ആരാധനയായിരുന്നു പാസ്റ്ററെ, അല്ല, കയ്യൊക്കെ അടിച്ച് വേർത്ത് കുളിച്ച നല്ല ആരാധന. ആരാധന എന്ന് പറയുന്നത് ബാഹ്യമായ ഒരു പ്രകടനത്തിനകത്ത് ഒതുങ്ങരുത്. ആരാധന എന്നത് ദൈവം പറയുന്നത് അനുസരിക്കുന്നതാണ് ആരാധന എന്ന് പറയുന്നത്. ആ ആരാധനയ്ക്കകത്താണ് ദൈവത്തിന്റെ പ്രസാദം കൈമാറ്റം ചെയ്യപ്പെടുന്നതും ദൈവത്തിന്റെ ഹല്ലേലൂയ മറുപടികളും ദൈവത്തിന്റെ നന്മകളും നമ്മളിലേക്ക് ഇറങ്ങി വരപ്പെടുന്നതും ദൈവിക കൈമാറ്റങ്ങൾ നമ്മുടെ മേൽ നടക്കുന്നതും ദൈവം പറഞ്ഞത് അനുസരിച്ചുകൊണ്ടുള്ള സ്തുതികളിൽ നിന്നും സ്തോത്രങ്ങളിൽ നിന്നുമുള്ള നമ്മളിൽ നിന്ന് ഉയരുമ്പോഴാണ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആരാധനയായി നമ്മൾ തീരുന്നത്. പഴയ നിയമത്തിൽ ദൈവം മോശയ്ക്ക് സമാഗമന കൂടാരവും ആരാധനയ്ക്കുള്ള ക്രമവും രീതികളും എല്ലാം ദൈവം ഉപദേശിച്ചു കൊടുത്തു. നമ്മുടെ ജീവിതത്തിനകത്തും ഒരു കുത്തഴിഞ്ഞ വട്ടം പോലെ നമ്മൾ വന്നു നിന്ന് ആരാധിച്ചിട്ട് പോയ അവിടെയൊന്നും ദൈവപ്രസാദമോ ദൈവാനുഗ്രഹമോ വെളിപ്പെടത്തില്ല. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ, അപ്പൊ പുതിയ നിയമത്തിലെ ഉപവാസം അത് ദൈവത്തിന്റെ പദ്ധതികളെ വെളിപ്പെടുത്തുന്നതാണ്. ആമേൻ. പുതിയ നിയമത്തിലെ ഉപവാസം നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളെ വെളിപ്പെടുത്തുന്നതാണ്. നോക്കുക, 13-ന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുന്നതിന്റെ നടുവിൽ, ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന അനുഭവത്തിന്റെ നടുവിൽ പരിശുദ്ധാത്മാവ് അവിടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേല. ആമേൻ. ചെയ്യുന്ന വേലയുണ്ട്, വിളിച്ചിരിക്കുന്ന വേലയുണ്ട്. ചെയ്യുന്ന വേല എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ കോളേജിൽ പഠിച്ച അറിവ്, വൈവാമി പഠിച്ച അറിവ്, MDVക്ക് പോയപ്പോ കിട്ടിയ അറിവ്, മിസിയോളജി പഠിച്ചപ്പോൾ ഉള്ള അറിവ്, അതൊക്കെ ചെയ്യുന്ന വേലയാ. അതിനൊന്നും ഒരു പ്രയോജനം നമുക്ക് കാണത്തില്ല. ഇവിടെ പരിശുദ്ധാത്മാവ് പറയും, ഞാൻ അവരെ വിളിച്ചിരിക്കുന്ന, ശൗലിനെ വിളിച്ചിരിക്കുന്ന വേല. ആമേൻ. അമ്മയുടെ ഉദരത്തിനകത്ത് ഉരുവാകുന്നതിന് മുൻപേ, അപ്പന്റെ രക്തത്തിനകത്ത് ഒരു ബീജാണുവായിരിക്കുന്നതിന് മുൻപേ തന്നെ വിളിച്ച ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. ആമേൻ. അപ്പോ ആത്മനിറവിലും ആത്മനടത്തിപ്പിലും, ആമേൻ, ആത്മനിയോഗത്തിലുമുള്ള ഉപവാസം നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ നിയോഗങ്ങളിലേക്ക് നമ്മളെ നടത്തും. നമ്മൾ ദൈവത്തിന്റെ വേലയ്ക്കായിട്ട് നമ്മളെ സെപ്പറേറ്റ് ചെയ്യും. നമ്മുടെ ബുദ്ധിയിൽ നിന്നുകൊണ്ട് ചെയ്യുന്നത് നമ്മുടെ വേലയാണ്. ഞാൻ എന്റെ ബുദ്ധിയിൽ നിന്നുകൊണ്ട് ചെയ്യുന്നത് എന്റെ വേല, എന്റെ അറിവിലും എന്റെ കഴിവിലും ചെയ്യുന്നത് ദൈവത്തിന്റെ, അത് എന്റെ ബുദ്ധിയാ. പക്ഷെ ദൈവത്തിന്റെ വേല അതതിന്റെ റേഞ്ച് വേറെയാ. ദൈവത്തിന്റെ സ്തോത്രം. ഒരു ചെറിയൊരു തെളിവ് തരാം. അനന്യാസ് എന്ന് പറയുന്ന വ്യക്തി വേറൊന്നും ചെയ്യുന്നില്ല. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ കർത്താവ് എന്ത് ചെയ്തു? ദർശനത്തിലൂടെ അവനെ വിളിച്ചു, അനന്യാസെ, അനന്യാസെ, നീ നേർവീതി എന്ന തെരുവിൽ യൂദയുടെ വീട്ടിൽ ചെല്ലുക, അവിടെ തർസോസുകാരനായ ശൗലിനെ നീ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. എവിടെ പോകണം? ആരുടെ വീട് അന്വേഷിക്കണം? ആരെ അന്വേഷിക്കണം? എന്തവനോട് പറയണം?
ഇത് ദൈവം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവൻ എന്ത് ചെയ്തു? വെളിപ്പെടുത്തി കൊടുത്തു. ആത്മനിയോഗത്തിൽ എന്ത് ചെയ്തു? വലിയ ശുശ്രൂഷയൊന്നും അനന്യാസ് ചെയ്തിട്ട് കാണുന്നില്ല. പക്ഷെ ശക്തനായ ഒരു അപ്പോസ്തലനെ വാർത്തെടുക്കുവാൻ ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് അനന്യാസ്. ദൈവത്തിന് സ്തോത്രം. അപ്പോ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ആരംഭിക്കേണ്ടതാണ് എന്ത്? ശുശ്രൂഷ എന്ന് പറയുന്നത്. ഫിലിപ്പോസിലേക്ക് നോക്കിയ ഫിലിപ്പോസിനോട് പറഞ്ഞെന്താ? നീ എവിടേക്ക് ചെല്ലുക? ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകും. എപ്പോഴാ? ശമരിയിൽ നല്ല ഉണർവ് നടക്കുക, നല്ല കിടിലൻ റിവൈവലൊക്കെ നടന്ന് ഗോത്രകാഴ്ചയും ദശാംശവും ഒക്കെ കിട്ടി സ്ഥിതിഗതികൾക്കെല്ലാം ഇത്തിരി മാറ്റം വന്ന് ഒരു വിശാലത വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പറഞ്ഞെന്ത്? മരുഭൂമിയിലേക്ക് പോകും. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു കാലഘട്ടത്തിനകത്ത് ദൈവത്തിന് ആവശ്യം ഇങ്ങനെ ആത്മാവിൽ സഞ്ചരിക്കുന്ന വ്യക്തികളെയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ പുതിയ നിയമത്തിലെ ഉപവാസം നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളിലേക്കും നിയോഗത്തിലേക്കും നമ്മളെ നയിക്കും. അതിന്റെ റിസൾട്ട് എന്താണ്? പരിശുദ്ധാത്മാവ് പറഞ്ഞ ഇടത്തേക്ക് എന്ത് ചെയ്യും? നമ്മൾ പോകും. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കയിലേക്ക് ചെന്ന് അവിടെ നിന്ന് കപ്പൽ കയറി. നോക്കുക, ആരാണ് അവരെ പറഞ്ഞയച്ചത്? പരിശുദ്ധാത്മാവ്. എന്ന് പകൽ ദൈവത്തിന്റെ വേല നമ്മൾ ആരംഭിക്കേണ്ടത് നമ്മുടെ ബുദ്ധിയിൽ നിന്നോ നമ്മുടെ കൺസെപ്റ്റിലോ നിന്നല്ല. നമ്മളുടെ സ്പിരിച്വൽ ഐസ് ഓപ്പൺ ആണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയും നിന്നെ വീട്ടിലേക്ക് പോകും. ഞാൻ നിങ്ങളോട് ട്രെയിനിൽ വെച്ച് എനിക്കുണ്ടായിരുന്ന ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ നമ്മുടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞു. ഒരു മുസ്ലിം സഹോദരനോട് ഞാൻ സുവിശേഷം പറഞ്ഞു. കാരണം ഞാൻ വലിയ തിയോളജി ഒന്നും പറഞ്ഞില്ല, അവരുടെ മതത്തെ വിമർശിക്കാൻ നിന്നില്ല, അല്ലെ ഞാൻ ഇങ്ങനെ പറഞ്ഞില്ല, നിങ്ങളുടെ ദൈവം ശവത്തെ പോലും ഭോഗിച്ച വ്യക്തിയല്ലേ, കള്ളന്മാരെ കൊണ്ടുവരുന്നതല്ലേ. ഇപ്പൊ സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ ആ ഒരു പ്രസംഗവും കുറെ ക്ലാസ് ഒക്കെ കേട്ട് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ അങ്ങ് മനസ്സിലാക്കിയിട്ട് ഇപ്പോ ഏകദേശം കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായതുണ്ടല്ലോ. അങ്ങനെ പറയായിരുന്നു, യഹൂദ മതത്തെ കോപ്പി അടിച്ചതല്ലേ, പല കാര്യങ്ങളും പറഞ്ഞു വേണേ വിമർശിക്കായിരുന്നു, തർക്കിക്കായിരുന്നു. ഞാൻ ട്രെയിനകത്ത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കോഴിക്കോട് നിന്ന് ഒരു വ്യക്തി എൻ്റെ ഒപ്പം കയറി ജനശതാബ്ദി. ആ വ്യക്തിയോട് സുവിശേഷം പറഞ്ഞത് എൻ്റെ അകത്ത് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ മിണ്ടാതിരുന്ന് ദൈവത്തോട് ഇടപെട്ടു. കർത്താവേ, ഞാൻ ഇയാളോട് ഒരു വാക്ക് പറയണമെന്നുണ്ട്, ഇയാൾ എന്തെങ്കിലും പറഞ്ഞ് എന്നോട്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അയാളെ കാണുന്നത്, അയാൾ എന്നെ കാണുന്നു. ജസ്റ്റ് പരിചയപ്പെട്ടു. എന്നോട് ദൈവം ഒരു കാര്യം, ഞാൻ അത് ആ കാര്യം അയാളുടെ മുഖത്ത് നോക്കി എന്ന് പറയുകയും ചെയ്യും. വേറെ ഒന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് 5 മക്കളില്ലേ? 5ാമത്തെ ഇളയ പെൺകുട്ടിക്ക് ഫിക്സിനോടുള്ള ബന്ധത്തിലല്ലേ നിങ്ങൾ ഇവിടെ വീട്ടിൽ വന്നു പോയത്? നിങ്ങളുടെ പ്രശ്നങ്ങളെ അറിയുന്നവനാകുന്ന ഒരു ദൈവം ജീവിക്കും. ആ ദൈവം നിങ്ങളെ കാണുന്നു, ആ ദൈവം നിങ്ങളെ അറിയും. ഞാൻ ഇത്രയും ഇയാളോട് പറഞ്ഞു. പക്ഷെ ആ വ്യക്തി അവിടെ എന്ത് ചെയ്യാനിടയായി തീർന്നു? അയാൾ ട്രെയിനിൽ ഇരുന്ന് കരയാൻ തുടങ്ങി. അയാൾ മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു ദൈവം യേശുവാണ്. കാര്യം ചില സമയങ്ങൾ നമ്മൾ ട്യൂണഡ് ആണെന്നുണ്ടെങ്കിൽ ദൈവം ചില സമയങ്ങളിൽ കഴുതയുടെ വാ തുറന്ന പോലെ നമ്മുടെ അതരം തുറക്കും. ഞാൻ അയാളോട് വലിയ തിയോളജി ഒന്നും പറയാൻ പോയില്ല, അല്ലെങ്കിൽ തെളിയിച്ചു കൊടുക്കാനൊന്നും പോയില്ല. സിമ്പിൾ കാര്യം, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നാൽ നമുക്ക് ഈ രീതിയിൽ എന്ത് ചെയ്യാം? സുവിശേഷം പറയാം, ആത്മാക്കളെ നേടാൻ കഴിയും. കാര്യം നമ്മളവിടെ നമ്മുടെ ദൈവം ആരാണെന്ന് എന്ത് ചെയ്തു? വെളിപ്പെടുത്തി കൊടുക്കുക ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അപ്പോ പരിശുദ്ധാത്മാവ് പറഞ്ഞയച്ചിട്ട് എന്ത് ചെയ്തു? അവർ സെലൂക്കിയയിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. ഈ ദ്വീപിന്റെ പ്രത്യേകത നമുക്കറിയാം. അവിടെ വിശ്വാസത്തിലേക്ക് വരാനായിട്ട് താല്പര്യമുള്ള വ്യക്തികളുണ്ട്. പക്ഷെ ഈ താല്പര്യമുള്ള വ്യക്തികളെ തടയുന്ന ഒരു വ്യാപാര ശക്തി ഈ ദ്വീപില് വ്യാപരിക്കുന്നുണ്ട്. ഓ റബന ശംഭനാദിയാദര ഭൗഷിമിനീതിരി. ഇന്ന് പകലി ദൈവപൈതലെ ഈ ഉപവാസത്തോടുകൂടെ നീ ആയിരിക്കുന്നത് ചിലതിനെ വെട്ടിക്കളയാൻ, ചില ബെറിയേശുവിന്റെ വ്യാപാരങ്ങളെ വെട്ടിക്കളയാൻ ആത്മാവ് അണിയറയിൽ നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയമത്രേ. നോക്കുക, അവർ
ദ്വീപിൽ കൂടി പാഫോസ് വരെ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ ബർയേശു എന്നു പേരുള്ള യഹൂദനായി കള്ളപ്രവാചകനായ ഒരു വിദ്വാനെ കണ്ടു. ആമേൻ. മലയാളത്തിൽ വിദ്വാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് they found a magician. ആമേൻ. അവനൊരു മന്ത്രവാദിയായ യഹൂദനായ ഒരു പ്രവാചകനാണ്. ആമേൻ. ആരെങ്കിലും ആ വേദഭാഗങ്ങളൊന്ന് വായിക്കാവോ? അതിന്റെ 6, 7, 8, 9, 10 വാക്യങ്ങളൊന്ന് വായിക്കാവോ? അവർ ദ്വീപിൽ കൂടി പാഫോസ് വരെ ചെന്നപ്പോൾ ബർയേശു എന്നു പേരുള്ള യഹൂദനായ കള്ളപ്രവാചകനായ ഒരു വിദ്വാനെ കണ്ടു. അവൻ ബുദ്ധിമാനായ സെർഗ്യോസ് പൗലോസ് എന്ന ദേശാധിപതിയോടുകൂടെ ആയിരുന്നു. അവർ ബർന്നബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ എലിമാസ് എന്ന വിദ്വാൻ, ഇതാകുന്നു അവന്റെ പേരിന്റെ അർത്ഥം, അവരോട് എതിർത്ത് നിന്ന് ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളയുവാൻ ശ്രമിച്ചു. അപ്പോൾ പൗലോസ് എന്നു പേരുള്ള ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി. ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവ്വനീതിയുടെയും ശത്രുവേ, കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലയോ? നോക്കുക, അതിന്റെ 12 വരെ വായിച്ചു സിസ്റ്ററെ. 12 വരെ വായിച്ചു. ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും, നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവന്റെ മേൽ വീണു. കൈ പിടിച്ചു നടത്തുന്നവരെ തെരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. ഈ ഉണ്ടായത് ദേശാധിപതി കണ്ടിട്ട് കർത്താവിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ച് വിശ്വസിച്ചു. അപ്പൊ ദേശാധിപതി വിശ്വസിക്കാൻ കാരണമായി തീർന്നു. ഈ ഉണ്ടായത് ദേശാധിപതി കണ്ടിട്ട് കർത്താവിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ച് വിശ്വസിച്ചു. ആമേൻ. അപ്പോ ഒരു ദേശാധിപതി വിശ്വസിക്കാൻ പൗലോസിലൂടെ ചില പ്രവർത്തികൾ ഇവിടെ വെളിപ്പെട്ടു. കുപ്രോസ് ദ്വീപിൽ പാഫോസ് എന്ന് പറയുന്ന ഇടത്ത് ചില പ്രവർത്തികൾ വെളിപ്പെടുകയാണ്. പാഫോസിന്റെ പ്രത്യേകത വചനം കേൾക്കാനും വിശ്വാസത്തിലേക്ക് വരുവാനും താല്പര്യമുള്ള വ്യക്തികൾ അവിടെയുണ്ട്. പക്ഷെ താല്പര്യമുള്ള വ്യക്തികളെ ഇന്ന് പകലിൽ ആത്മാക്കളെ തരാതെ തടയുന്ന ചില മാന്ത്രിക ശക്തികളുടെ മണ്ഡലങ്ങൾ നീ ആയിരിക്കുന്ന ദേശത്തിനകത്തുണ്ടെന്ന് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാ. എന്നാൽ ഇന്ന് പകലിൽ പ്രിയ ദൈവ പൈതലേ, നീ ദൈവത്തോട് കൂടെ നീ ഇരിക്കുന്നെങ്കിൽ, ദൈവത്തോട് കൂടെ നീ വസിക്കുന്നെങ്കിൽ, ദൈവിക നിയോഗത്തിലും ദൈവിക നിറവിലും നീ നടക്കുന്നെങ്കിൽ, അതിൽ ചിലതിനെ നോക്കി വിവേചിക്കാൻ, ആമേൻ, ചിലതിനെ നോക്കി വിവേചിക്കാൻ പൗലോസ് എന്ത് ചെയ്തു? അവനെ നോക്കി. ആമേൻ. പൗലോസ് എന്ന് പേരുള്ള ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി. ആത്മാവിന്റെ നിറവ് നിന്റെ മേൽ വ്യാപരിച്ചാൽ, ആത്മശക്തി നിന്റെ മേൽ വ്യാപരിച്ചാൽ, നിന്റെ മുന്നിൽ വരുന്ന വ്യക്തികളുടെ മേൽ വ്യാപരിക്കുന്ന അദൃശ്യ ശക്തികളെ നീ തിരിച്ചറിയും. നിന്റെ സ്പിരിച്വൽ ഐസ് ഓപ്പൺ ആകും. ഹല്ലേലൂയ. എത്ര പേരൊരു ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. നല്ലൊരു ദൈവശക്തി നമ്മൾ ഇത് സംസാരിക്കുമ്പോ തന്നെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പുതിയ നിയമത്തിലെ ഉപവാസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഉപവാസം നിന്നെ ആത്മാവിനാൽ ചില ദേശങ്ങളിലേക്ക് നയിക്കുന്നതാണ്. ഈ ആത്മശക്തിയുടെ പ്രത്യേകത. ഈ ആത്മശക്തിയുടെ പ്രത്യേകത ഹല്ലേലൂയ, ചിലതിനെ വിവേചിച്ച് നീ മനസ്സിലാക്കുന്നതാണ് ഈ ആത്മശക്തിയുടെ പ്രത്യേകത. വിവേചിക്കുന്നേ. ഇവൻ ആരാ? മജീഷ്യനാണ്. ആമേൻ. 6-ാമത്തെ വാക്യത്തിനകത്തേക്ക് എഴുതിയിരിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാ, when they had gone through a whole island as far as Paphos, they found a magician, a Jewish false prophet whose name was Bar-Jesus. നോക്കുക, മാന്ത്രവാദിയായ കള്ളപ്രവാചകനായ ഒരു യഹൂദനെ കണ്ടു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ ബുദ്ധിമാനായ സെർഗ്യോസ് പൗലോസ് എന്ന ദേശാധിപതിയോടുകൂടെ ആയിരുന്നു. അവൻ ബർന്നബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾക്കാൻ ആഗ്രഹിച്ചു.
ഇന്ന് പകല് ദൈവ പൈതല് നീ പ്രാർത്ഥിക്കുന്നതിന്റെ മറുപടിയായിട്ട് നിന്നെ ചില കുടുംബങ്ങൾക്കകത്ത് വിളിപ്പിച്ചു നിന്റെ വായിലൂടെ ദൈവവചനം കേൾക്കാനായിട്ട് ചില വ്യക്തികൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അതിന് തടയിടുന്ന വാക്കുകളാൽ അതിനെ മറിച്ചു കളയുന്ന ചില മാന്ത്രിക ശക്തികളുണ്ട്. സജനി സിസ്റ്ററെ, നിങ്ങളോട് കുടുംബമായിട്ട് പരിശുദ്ധാത്മാവിന് കൈമാറുന്ന ഒരു ദൂത, കുടുംബമായിട്ട് കർത്താവിന്റെ ദാസൻ ഹരിദാസ് പാസ്റ്ററുണ്ടോ, ദൈവാത്മാവ് കുടുംബമായിട്ട് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുക. ചില കുടുംബാംഗങ്ങൾ, ചില ഉന്നത കുടുംബങ്ങളിലേക്ക് നിങ്ങൾക്കൊരു പ്രവേശനം ദൈവം ഒരുക്കുന്നുണ്ട്. ചില വ്യക്തികൾ നിങ്ങളെ വിളിച്ച് നിങ്ങളിലൂടെ ദൈവവചനം കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിന് വാക്കുകളെ കൊണ്ട് തടസ്സം സൃഷ്ടിക്കുന്ന ചില വ്യക്തികൾ, ചില ശക്തികൾ നിങ്ങൾക്കെതിരായിട്ട് ദേശത്ത് വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് പകലിൽ ആത്മകണ്ണുകളാൽ ചിലതിനെ തിരിച്ചറിഞ്ഞ് അതിനെ വെട്ടിക്കളയുവാൻ പൗലോസ് വേറെന്തെങ്കിലും ചെയ്തോ? എലിമാസ് എന്ന വിദ്വാൻ ഇതാകുന്നു അവന്റെ പേരിന്റെ അർത്ഥം. അവരോട് എതിർത്തു നിന്ന് ദേശാധിപതിയുടെ വിശ്വാസത്തെ തടുത്തു കളയാൻ ശ്രമിച്ചു. ആമേൻ. വിശ്വാസത്തെ എന്ത് ചെയ്യുക? തടുത്തു കളയാൻ ശ്രമിക്കുന്ന, വിശ്വാസത്തിലേക്ക് വരണം, കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കണം എന്നെല്ലാം അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും അതിനെ തടുത്തു കളയുന്ന ചില മാന്ത്രിക ശക്തിയുടെ വ്യാപാരങ്ങൾ, ചില കള്ളപ്രവാചകന്റെ വ്യാപാരങ്ങളെ ഇന്ന് പകലിൽ ഉപവസിക്കുന്നവന്റെ മേൽ ദൈവാത്മാവിന്റെ നിറവും ശക്തിയും ഉള്ളത് കൊണ്ട് ഉപവസിക്കുന്നവൻ അതിനെ തിരിച്ചറിയും. ഇന്ന് പകലിൽ ചിലതിനെ തിരിച്ചറിയുവാൻ ചില വ്യക്തിബന്ധങ്ങളിലൂടെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന എന്തെങ്കിലും, അവൻ ഇമ്പമായി സംസാരിക്കുന്നതെങ്കിലും അവന്റെ ഉള്ളം നിനക്ക് അനുകൂലമല്ല. ചില വ്യക്തികളെ വിവേചിച്ച് തിരിച്ചറിഞ്ഞ് ആത്മാവിൽ ചിലതിനെ വെട്ടിക്കളയാൻ പോവുക. ചിലതിന്റെ മുകളിൽ നീ ഒരു ആത്മമണ്ഡലത്തിലേക്ക് കയറിയാൽ ചിലതിന്റെ മുകളിൽ ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം വെളിപ്പെടും. ദൈവത്തിന് സ്തോത്രം. നോക്കുക, എതിർത്ത് കളയാൻ ശ്രമിച്ചപ്പോ പൗലോസ് എന്താ ചെയ്തത്? അവനെ ഉറ്റുനോക്കി. ഇന്ന് പകലിൽ നീ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദൈവത്തോടുകൂടെ ഇരുന്നെങ്കിൽ നിന്നിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിന്, ആത്മാക്കൾ വിടുവിക്കപ്പെടുന്നതിനും ആത്മാക്കൾ സഭയിൽ വരുന്നതിനും തടസ്സമായിട്ട് നിൽക്കുന്ന ചിലതിനെ നീ ഉറ്റുനോക്കാൻ തയ്യാറാകുക. പൗലോസ് എന്ത് ചെയ്തു? ഉറ്റുനോക്കി. ദൈവത്തിന് സ്തോത്രം. ഉറ്റുനോക്കുക മാത്രമല്ല, ക്ലിയർ കട്ടായിട്ട് വിവേചനത്തിന്റെ ആത്മാവിൽ വിളിച്ചു പറഞ്ഞു. അവന്റെ മേൽ വ്യാപരിക്കുന്ന ദുർഭൂത ശക്തിയെ നോക്കി പൗലോസ് വിളിച്ചു പറഞ്ഞു, എന്താ? സകല കപടവും ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവ്വനീതിയുടെയും ശത്രുവെ, കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കിയില്ലയോ? ആമേൻ. ഇന്ന് പകലിൽ നീ ഉപവസിക്കുന്ന വ്യക്തിയാണോ? ദൈവത്തിന്റെ വഴികളെ മറിച്ചു കളയുന്ന ചില വ്യക്തി ശക്തികളുടെ മേൽ, ചില മാന്ത്രിക ശക്തികളെ ജയിച്ച് മുന്നേറുന്ന ഒരു പകലായിരിക്കും. പുതിയ നിയമത്തിലെ ഉപവാസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പദ്ധതികൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നതിനെ വെട്ടിമാറ്റി മുന്നോട്ട് പോകുന്നതാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നോക്കുക, ക്ലിയർ കട്ടായിട്ട് ദൂത് പറഞ്ഞു, ഇപ്പോൾ ദൈവത്തിന്റെ കൈ നിന്റെ മേൽ വീഴും. നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും. ഉടനെ തിമിരവും ഇരുട്ടും അവന്റെ മേൽ വീണു. കൈപിടിച്ചു നടത്തുന്നവരെ തിരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. ആമേൻ. ദൈവശക്തി നിന്റെ മേൽ വ്യാപരിച്ചാൽ ആത്മാക്കളെ മറിച്ചു കളയുന്ന, ആത്മാക്കൾ വിടുവിക്കപ്പെടുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ദുരാത്മമണ്ഡലത്തെ വെട്ടിക്കൊണ്ടായിരിക്കും. മ്യൂട്ടായി പോയി. മ്യൂട്ടാണ് മാസ്റ്ററെ. ദൈവത്തിന് സ്തോത്രം. പെട്ടെന്നൊരു കോള് കയറി വന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോ പിന്നെ മ്യൂട്ടായി പോയി.
കേൾക്കാൻ പറ്റുന്ന ഭാഷ. ദൈവത്തിന് സ്തോത്രം. പെട്ടെന്ന് ഒരു കോള് കയറി വന്നത് എടുക്കാതിരിക്കാനും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. ദൈവത്തിന് സ്തോത്രം. അപ്പോ ദൈവപ്രവർത്തിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നതിനെ വെട്ടിമാറ്റിക്കൊണ്ടാണ് എന്ത് ചെയ്തത്? പൗലോസിലൂടെ ഉപവാസത്തിന്റെ റിസൾട്ട് വെളിപ്പെട്ടത്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? പുതിയ നിയമത്തിലെ ഉപവാസം എന്നത് ദൈവപ്രവൃത്തി നമ്മളിലൂടെ വെളിപ്പെടുന്നതിന് തടസ്സമായിട്ട് പിശാച് വ്യക്തികളിലൂടെ എഴുന്നേൽക്കുന്ന മേഖലകളെ തകർത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? മുന്നേറുന്നതാണ്. ആമേൻ. അടുത്തത്, ആത്മാക്കൾ എന്ത് ചെയ്യും? ദൈവപ്രവൃത്തി കണ്ട് വിസ്മയിച്ചു വിശ്വസിക്കും. ആമേൻ. ആമേൻ. പാഫോസ് എന്ന ദ്വീപിൽ പൗലോസിന്റെ ശുശ്രൂഷ സക്സസ് ആയി തീർന്ന എങ്ങനെയാ? പൗലോസിന്റെ തിയോളജി പഠിച്ചതോ പൗലോസിന്റെ ഗമാലിയലിന്റെ കാൽക്കിലിരുന്ന് തിയോളജി പഠിച്ചത് കൊണ്ടാണോ അവിടെ ദേശാധിപതി വിശ്വസിച്ചത്? ഈ ഉണ്ടായത് കണ്ടിട്ടെന്ന് പറയുമ്പോൾ ചില പ്രവർത്തികൾ എന്ത് ചെയ്തിട്ടുണ്ട്? നടന്നിട്ടുണ്ട്. ഇന്ന് പകലിൽ ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിനത്തിൽ നമ്മളായിരിക്കുന്ന ഇടത്ത് ചിലത് കണ്ടിട്ട്, ചില പ്രവർത്തികൾ വെളിപ്പെട്ടത് കണ്ടിട്ട്, ചിലരുടെ വിശ്വാസത്തിന് ഹേതുവായിട്ട് നമ്മുടെ വാക്കുകളല്ല. പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസത്തിന് ആധാരം എന്റെ വാക്കല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കണം. ആമേൻ. ദൈവശക്തിയാൽ സുവിശേഷം അറിയിക്കുന്ന ഒരു നിലകളിലേക്ക് ജീവിതത്തെ എന്ത് ചെയ്യും? ഉപവാസം മാറ്റും. പുതിയ നിയമത്തിലെ ഉപവാസത്തിന്റെ പ്രത്യേകത അതാ. ഈ ഉണ്ടായത് ദേശാധിപതി കണ്ടിട്ട് എന്ത് ചെയ്തു? കർത്താവിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ച് വിശ്വസിച്ചു. അപ്പൊ പുതിയ നിയമത്തിലെ ഉപവാസം ഏകദേശം നിങ്ങൾക്ക് അതിന്റെ ഒരു റേഞ്ച് മനസ്സിലായോ? എന്റെ കുഞ്ഞുങ്ങളെ, പുതിയ നിയമത്തിലെ ഉപവാസത്തിന്റെ ഏകദേശം ഒരു റേഞ്ച് മനസ്സിലായോ? അത് കേവലം വീട് വെക്കുന്നതിലും കടബാധ്യത മാറുന്നതിനകത്തൊന്നും ഒതുങ്ങുന്നതല്ല. അത് ദൈവത്തിന്റെ ഇഷ്ടത്തെ, ദൈവത്തിന്റെ ഹിതത്തെ നമ്മളായിരിക്കുന്ന ഇടത്ത് വെളിപ്പെടുത്തുന്നത്. ദൈവപ്രവർത്തികൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ആത്മ അധികാരങ്ങളെ തകർത്ത് മുന്നിലേക്ക് പോകുന്നതാണ്. ജനത്തിന്റെ വിശ്വാസത്തിന് ദൈവത്തിന്റെ പ്രവർത്തികളാണ് അവിടെ ആധാരം. ദൈവത്തിന് സ്തോത്രം. പൗലോസിന്റെ ഒന്നാമത്തെ മിഷണറി യാത്രയിൽ കുപ്രോസ് എന്ന് പറയുന്ന ആ ദ്വീപിനകത്ത്, ദ്വീപിൽ ഒരു ശുശ്രൂഷ വെളിപ്പെട്ടത് ചിലതിന്റെ മുകളിൽ ദൈവത്തിന്റെ കരത്തെ വെളിപ്പെടുത്തിയതിലൂടെയാണ്. വിശ്വാസത്തിന് ആധാരമായിട്ട് തീർന്നത് ചില മാന്ത്രിക ശക്തികളെ അവിടെ പൗലോസിന്റെ വാക്കുകളാല വെട്ടിക്കളഞ്ഞു. അയാൾ അവിടെ എന്തേലും പറഞ്ഞോ? പോയി ചെന്ന് ഒന്നും ചെയ്തൊന്നുമില്ല. ആത്മനിറ നിറഞ്ഞവനായിട്ട് എന്ത് ചെയ്തു? നോക്കി. ആ നോട്ടത്തിനകത്ത് എന്ത് ചെയ്തു? ദൈവശക്തി അവിടെ ഇറങ്ങിച്ചെന്നു. എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾ പോലും ദൈവശക്തി വഹിക്കുന്ന ഒരു നിലയിലേക്ക് ആയിത്തീരുന്നത് ആ പുതിയ നിയമത്തിന്റെ ഉപവാസം. പുതിയ നിയമത്തിലെ ഉപവാസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ പോലും ദൈവത്തിന്റെ ശക്തിയെ വഹിക്കുന്ന നിലകളിലേക്ക് ആയിത്തീരുന്നതാണ് പുതിയ നിയമത്തിലെ ഉപവാസം. മനസ്സിലാവുന്നുണ്ടോ? പൗലോസിന്റെ കണ്ണെന്ത് ചെയ്തു? വ്യക്തിയെ വിവേചിക്കാനിടയായി. കാഴ്ചപ്പാടുകൾ, ദർശനം, പരിശുദ്ധാത്മ പൂർണ്ണനായിട്ട് എന്ത് ചെയ്തു? ഉറ്റുനോക്കി. നാവ് എന്ത് ചെയ്തു? നാവ് ദൈവത്തിന്റെ അതരങ്ങളായിട്ട് അവിടെ തീരുക. ദൈവമാണ് പൗലോസിന്റെ കണ്ണിലൂടെയും നാവിലൂടെ എന്ത് ചെയ്തത്? ആ ദേശത്ത് പ്രവർത്തിച്ചത്. ഇന്ന് പകലിൽ ദേശത്ത് നമ്മൾ സക്സസ്ഫുൾ ആകണമോ? ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മുടെ അവയവങ്ങളിലൂടെ
ദൈവം ജീവിക്കാൻ ആരംഭിക്കണം. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? പുതിയ നിയമത്തിലെ ഉപവാസം എന്താണ്, എന്തല്ല? ആ ഉപവാസത്തിന്റെ റേഞ്ച് മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ പ്രവർത്തികളെ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നതാണ് പുതിയ നിയമത്തിലെ ഉപവാസത്തിന്റെ പ്രത്യേകത. ദൈവത്തിന്റെ ശക്തിയെ, ദൈവത്തിന്റെ പ്രവൃത്തിയെ നമ്മുടെ വാക്കുകളിലൂടെ വെളിപ്പെടുത്തുന്നതാ പുതിയ നിയമത്തിലെ ഉപവാസം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നോക്കുക, ചിലര് വിശ്വസിക്കാനിടയായി. ദൈവത്തിന്റെ സ്തോത്രം. എങ്ങനെയാ? ദൈവത്തിന്റെ പ്രവൃത്തികളെ കണ്ട്. സമയം 12:47 ഇന്ന് പകലിൽ നമ്മളും ഈ ഒരു ഉപവാസത്തിന്റെ ഒരു വ്യത്യസ്തമായ ഒരു തലത്തിനകത്തേക്ക് കയറാൻ ഇന്ന് പരിശുദ്ധാത്മാവ് ഈ ഉച്ചയോടടുക്കുന്ന സമയം നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് പകൽ എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചേ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ശതനാദിയാധര ഭൗഷിമിനി റൂഖേലമന ഹസ്മിനി ലബാനഗട്ടുസ്മിനി റഖായനി ഥോ റോമിനി ശിഖേൽമാനിയ റെബനാലഗട്ടുസ്മെനോറിയാന്തന റബൽഖുനി ഷാഥേരബാന റൽഖിനി ദിരി അംധേനമാന ഷാഥേരബ ഹതുനി റബന്ധുനീരിയൽ ഖശ്മിനീരിയാന രാബാന ശംധേ രമാന ശംധരോ റോമിനി ശിഖാൽമനി ദിരി ഓ റിയാന്തേ റബോനി ശൽഖമനി ഥോ റോമാന ശാന്തേരിയാന റിബനോ ലഗട്ടുസ്മിനി റഖാനി ബിരി ഹോൾ തോറോസിയാന. പരിശുദ്ധ പിതാവേ, ഇന്ന് പകലിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഞങ്ങൾ ദൈവ പാദപീഠത്തിൽ നിന്നായിരിക്കുമ്പോൾ പിതാവേ, ആത്മാവിന്റെ ഹല്ലേലൂയ ഒരു നിറവിലേക്ക് നയിക്കപ്പെടട്ടെ. ആത്മാവിന്റെ നിറവിൽ നിന്ന് ആത്മാവിന്റെ നിയോഗത്തിലേക്ക് നയിക്കപ്പെടട്ടെ. ആത്മാവിന്റെ നിയോഗത്തിൽ നിന്ന് ആത്മാവിന്റെ നടത്തിപ്പിലേക്ക് ചലിപ്പിക്കപ്പെടട്ടെ. ഇന്ന് പകലിൽ ജീവിത തലങ്ങൾ, ശരീരമണ്ഡലങ്ങൾ, ചിന്തകൾ, ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ ഇവയെല്ലാം പരിശുദ്ധാത്മാവിന്റെ ഹിതത്തിനനുസരിച്ച്, പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹത്തിനനുസരിച്ച് ചലിപ്പിക്കപ്പെടുന്ന ഒരു ആത്മമണ്ഡലത്തിലേക്ക് ഇന്ന് പകലിൽ ജീവിത തലങ്ങൾ യേശുവിന്റെ നാമത്തിൽ പിതാവേ ചലിപ്പിക്കപ്പെടട്ടെ. ഇന്ന് പകൽ പിശാച് വ്യക്തിപരമായി ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ അത് വെളിപ്പെടുന്നതിന് തടസ്സമായി തുടക്കകാലത്തിലെ ആരംഭത്തിലെ തന്നെ ആത്മീക ശുശ്രൂഷകളെ വാക്കുകളാൽ, മനുഷ്യന്റെ പ്രവർത്തികളാൽ കെട്ടിക്കളയുന്ന മേഖലകൾ, നിരുത്സാഹപ്പെടുത്തുന്ന ശുശ്രൂഷയെ ഹല്ലേലൂയ തകർത്തുകളയാൻ നോക്കുന്ന മേഖലകൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അതിനെ ഓവർകം ചെയ്തു വരുന്ന ദൈവാത്മാവിന്റെ ശക്തി, ഓവർകം ചെയ്യുന്ന വചനത്തെ വചനമായി വിളിച്ചു പറയുന്ന ഹല്ലേലൂയ യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. ഹല്ലേലൂയ മുൻകാലങ്ങളിൽ അംഗീകരിക്കാതെ പോയ തള്ളിക്കളഞ്ഞ ഇടങ്ങളിൽ ദൈവത്തിന്റെ ശക്തിയാൽ തെളിയിക്കപ്പെടുന്ന ഒരു തലത്തിലേക്ക് യേശുവിൻ നാമത്തിൽ ദൈവമേ, ഈ ഉപവാസത്തോടുകൂടെ ആയിരിക്കുന്ന ജനത്തിന്റെ ആത്മീക ജീവിതം, അവരുടെ ഭൗതിക മേഖലകൾ യേശുവിൻ നാമത്തിൽ ദൈവ ശക്തിയാൽ തെളിയിക്കപ്പെടട്ടെ. ഭവനത്തിന്റെ അകത്തളങ്ങളിലുള്ള കലക്കത്തിന്റെ അനുഭവങ്ങൾ, കലഹത്തിന്റെ അനുഭവങ്ങൾ, മരണത്തിന്റെ അനുഭവങ്ങൾ, രോഗത്തിന്റെ അനുഭവങ്ങൾ, ഭൂതബന്ധനങ്ങളുടെ അനുഭവങ്ങൾ ഹല്ലേലൂയ ഉപവാസത്തിന്റെ നടുവിൽ ദൈവശക്തി പുത്രന്റെ മേൽ വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ പുത്രൻ ചെന്ന ഇടങ്ങളിൽ ആ ദൈവശക്തിയുടെ പ്രദർശനം ഉണ്ടായെങ്കിൽ ഇന്ന് പകലിൽ പിതാവേ, ഈ ദൈവശക്തിയുടെ വ്യാപാരം കുടുംബത്തിന്റെ മുകളിൽ, തലമുറകളുടെ മേൽ ഹല്ലേലൂയ ഭൗതിക മേഖലകളിൽ യേശുവിന്റെ നാമത്തിൽ പിതാവേ വെളിപ്പെട്ടു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് വിടുതലായി. ചില ദുർഭൂത ശക്തികൾ ഹല്ലേലൂയ അഴിഞ്ഞ് അലറി മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ മരണത്തിലേക്ക് ശരീരത്തെ ഹല്ലേലൂയ ഇഞ്ചിഞ്ചായി വലിച്ചിഴയ്ക്കുന്ന ചില ദുരാത്മ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഈ പകൽ അഴിഞ്ഞു മാറട്ടെ. പല തവണകളിലായി തള്ളിയിട്ട മരണത്തിലേക്ക് തള്ളിയിട്ട ചില ദുരാത്മ മണ്ഡലങ്ങൾ, ഉന്തി തള്ളിയിട്ട, സ്റ്റെപ്പിൽ നിന്ന് തള്ളി താഴത്തിട്ടത്, വാഹനത്തിൽ നിന്ന് തള്ളി താഴത്തിട്ടത് വഴിയിൽ ഒടുക്കിക്കളയാൻ പിശാച് എഴുന്നേറ്റ മണ്ഡലങ്ങൾ ഇന്ന് പകൽ ചില ദുരാത്മ ശക്തികളുടെ സ്വാധീനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. കണ്ണുകളിൽ നിന്ന്, ബ്രെയിനകത്തു നിന്ന് ചില പൈശാചിക ശക്തികളുടെ സ്വാധീനങ്ങൾ അഴിഞ്ഞു മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില ദുർഭൂത ശക്തികൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ചില രോഗബന്ധനങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഴിഞ്ഞു മാറിപ്പോകട്ടെ. ദൈവ മഹത്വം വഹിക്കാൻ ശരീരത്തെ അനുവദിക്കാതെ, ശരീരത്തെ
മലിനമാക്കുന്ന, വാക്കുകളാൽ മലിനമാക്കുന്ന ചില ദുർഭൂത ശക്തികൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. കുടുംബത്തെ കലക്കുന്ന, കുടുംബത്തിനകത്ത് തമ്മിത്തൽ